ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോർഡിനേറ്റ് ജോമെട്രീൻ്റെ തിയറിയും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കോർഡിനേറ്റ് ജോമെട്രീൻ്റെ SSC പരീക്ഷകൾ ചോദിച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ 2018 മുതൽ TCS വന്നതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ TCS വന്നതിന് ശേഷം ഒരു 10-30ഓളം ക്വസ്റ്റ്യൻസ് പല ഷിഫ്റ്റുകളായിട്ട് പല എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. സാധാരണ വളരെ റെയറായിട്ടേ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. അതല്ലെങ്കിൽ തന്നെ ചോദിച്ചാൽ പോലും CGL പോലത്തെ എക്സാമുകൾ Tier 2 എക്സാമിനാണ് ചോദിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് കഴിഞ്ഞ CHSL എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് 13ഓളം ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചതായിട്ട് കണ്ടു. അതും ഇത്രയും കാലം ചോദിച്ചതുപോലത്തെ ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നില്ല. ഡയറക്റ്റ് ചോദ്യങ്ങൾ തന്നെയാണ്, ഇത്രയും കാലം ചോദിച്ച പോലത്തെ ചോദ്യങ്ങളായിരുന്നില്ല. കുറച്ച് വെറൈറ്റി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തിയറി കാര്യങ്ങളും പക്ക അറിയണം എന്നുള്ള ഒരാൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടില്ല. തിയറി ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. അതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇക്വേഷൻ ഓഫ് സ്ട്രേറ്റ് ലൈനും സ്ലോപ്പും കാര്യങ്ങളും പിന്നെ ഡിസ്റ്റൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഡയറക്റ്റ് ചോദ്യമാണ്. ദ ഗ്രാഫ് ഓഫ് ദ ഇക്വേഷൻ x = a not equal to 0 ഈസ്. അതായത് x = a എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനുള്ള ഒരു ലൈന് അത് എന്താണെന്ന ചോദ്യം. ഇതിനകത്ത് ഓപ്ഷനിൽ ഏതാണെന്ന ചോദ്യം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് x = a എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് x ആക്സ് y ആക്സും എങ്കിൽ നമുക്കറിയാം x = a എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്നും, അതായത് ഈ കോർഡിനേറ്റിൽ നിന്നും എക്സിൽ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസിൽ ഈ ലൈൻസ് ആയിരിക്കും. ഇങ്ങനെയുള്ള ലൈൻസിനാണ് നമ്മൾ x = a എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ x = 1, ഈ ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ x = 1, ഈ കാണുന്ന ലൈനൊക്കെ x = 1 ആണ്. ഇപ്പോൾ മൈനസ് ആയി, ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ മൈനസ് വാല്യൂ ആണെങ്കിൽ ഇങ്ങോട്ട് വരും. ഇതൊക്കെ x = a ആണ്. അപ്പോൾ എന്തായിരിക്കും ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം y ആക്സിസിൻ്റെ പാരലാണ് അല്ലേ. അപ്പോൾ ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനിയിപ്പോൾ നേരെ തിരിച്ചാണ്, y = a ആണെങ്കിൽ അപ്പോൾ നമുക്കറിയാം അപ്പോൾ ലൈനുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും. എക്സിന് പാരലായിരിക്കും അപ്പോൾ ലൈനുകളെല്ലാം. എപ്പോൾ y = a എന്ന് പറഞ്ഞ കേസാണെങ്കിൽ അപ്പോൾ അത് x ആക്സിന് പാരലാണ്. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. സിമ്പിൾ ചോദ്യം, ഡയറക്റ്റ് ചോദ്യം ചെയ്യാനൊന്നുമില്ല. ഇനി അടുത്ത് എന്താ, വാട്ട് ഈസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റ് 5 - 3 ഇൻ ദ ലൈൻ y = 3. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതും ഇങ്ങനെ തന്നെയാണ്. 5 - 3 എന്ന് പറഞ്ഞാൽ എവിടെ നമുക്കറിയാം. 5 എന്ന് പറഞ്ഞാൽ x പോസിറ്റീവ് ആണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, -3 വരുമ്പോൾ ഇവിടെ വരും അല്ലേ. അതായത് 5 - 3 എന്ന് പറഞ്ഞാൽ പോയിന്റ് എവിടെയാണ് വരിക. ഇതിൻ്റെ റിഫ്ലക്ഷനാണ് ചോദ്യം. ഇതിൻ്റെ റിഫ്ലക്ഷൻ എവിടെയാണ്? ഇതിൻ്റെ റിഫ്ലക്ഷൻ y = 3യിൽ ഇതിൻ്റെ റിഫ്ലക്ഷനാണ് ചോദ്യം. y ആക്സിസിലല്ല. y ആക്സിൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എഴുതാം. എങ്ങനെ? x ആക്സിസ് x കോർഡിനേറ്റ് മാറില്ല, y കോർഡിനേറ്റ് ജസ്റ്റ് -3 ഉള്ളത് 3 ആക്കി കൊടുത്താൽ മതി. അത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിന് പാരലാണെങ്കിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞുള്ളത്. y = 3, അതായത് y = 3 എന്ന് പറഞ്ഞാൽ x ആക്സിന് പാരലാണ്. y = 3 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഇവിടെ ഉണ്ടാവും. അതായത് ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ട് 3 യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഒരു ലൈൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ പോയിന്റ് ഏതാണെന്ന് ചോദ്യം. നമുക്കറിയാം y ആക്സിന് x ആക്സിന് പാരലാണെങ്കിൽ y = a എന്ന് പറഞ്ഞൊരു ലൈൻ ആണെങ്കിൽ അതിൻ്റെ x കോർഡിനേറ്റ് മാറില്ല. അപ്പോൾ ഇവിടെയാണ് റിഫ്ലക്ഷൻ എങ്കിൽ അതിൻ്റെ x കോർഡിനേറ്റ് മാറില്ല. എന്തായിരിക്കും? 5 തന്നെ ആയിരിക്കും. y കോർഡിനേറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഓപ്ഷൻ എല്ലാം എന്താണ്? 5 ആണ്. ഇത് വരില്ല അല്ലേ, ഓപ്ഷൻ ബി വരില്ല. അപ്പോൾ ഓപ്ഷൻ എയോ ബിയോ ഡിയോ ആണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഇവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ -3 ആയതുകൊണ്ട് 3 എന്തായാലും വരില്ല. അപ്പോൾ ഇതും വരില്ല. കാരണം ഇത് y ആക്സിസ് ആണ്, അല്ല സോറി x ആക്സിസ് ആണെങ്കിൽ മാത്രമേ ഇത് -3 ഉള്ളത് 3 ആവുള്ളൂ. അപ്പോൾ അതും പോയി. ഇനി നമുക്ക് കാണേണ്ടത് ഇത് -3ൻ്റെ അല്ല, ഇവിടെ വരുമ്പോൾ 5 കഴിഞ്ഞാൽ y കോർഡിനേറ്റ് ചെയ്താൽ കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കാണേണ്ടത് നമുക്കറിയാം റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലൈനിൽ നിന്നും ഇങ്ങോട്ടുള്ള ഏത് ദൂരമാണോ അതേ ദൂരം ഇങ്ങോട്ട് വരച്ചാൽ ഇവിടെ കാണുന്ന ആ പോയിൻ്റാണ് എന്ത് പറയുക? റിഫ്ലക്ഷൻ എന്ന് പറയുക. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കാണണം. അത് നമുക്ക് കണ്ടൂടെ? നമുക്കറിയാം ഈ ലൈനിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ അതിൻ്റെ y കോർഡിനേറ്റ് ആണ്, അതായത് 3 യൂണിറ്റ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ അതും 3 യൂണിറ്റ് ആണ്, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ 3 + 3 6 ആണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം y = 3 എന്ന് പറഞ്ഞ ലൈനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 ഡിസ്റ്റൻസ് വേണം. ഇത് ഓൾറെഡി y = 3 ആണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ y = എന്ത് ചെയ്യും? 3 + 6 എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ 9 വരും. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. സിമ്പിളായിട്ടുള്ള സംഭവമാണ്, ഒന്നുമില്ല. ഈ ഡിസ്റ്റൻസ് കാണുക, ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ടും കൂട്ടി വെച്ചാൽ മതി. അതായത് കോർഡിനേറ്റ് അനുസരിച്ച് നിങ്ങൾ അങ്ങോട്ടോട്ട് മാറ്റി കൊടുക്കണം. ഇനി അടുത്ത് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് വെർ ദ ഗ്രാഫ്സ് കട്ട് ദ കോർഡിനേറ്റ് ആക്സിസ്. അതായത് ഇൻ്റർസെപ്റ്റുകൾ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇൻ്റർസെപ്റ്റുകളാണ്, അതാണ് ചോദ്യം. x ഇൻ്റർസെപ്റ്റ് പറഞ്ഞാൽ എക്സിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ്, y ഇൻ്റർസെപ്റ്റ് പറഞ്ഞാൽ വൈയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റ്. അത് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം x ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ x ആക്സിസിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റാണ്. അവിടെ എന്തായിരിക്കും? y എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇനി y ഇൻ്റർസെപ്റ്റ് കാണണമെങ്കിൽ x ആക്സ് അവിടെ എന്തായിരിക്കും? സോറി, y ഇൻ്റർസെപ്റ്റ് പറഞ്ഞാൽ വൈയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റാണ്. അവിടെ x എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? y ഇൻ്റർസെപ്റ്റ് കിട്ടും. വൈക്ക് 0 കൊടുത്താൽ x ഇൻ്റർസെപ്റ്റും കിട്ടും. ജസ്റ്റ് ചെയ്താൽ മതി അല്ലേ. എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും?
ഇത് ക്യാൻസൽ ആയി പോകും. ബാക്കി എന്താ ഉള്ളത്? എക്സിന് 0 കൊടുക്കുമ്പോൾ -19y എന്ന് പറഞ്ഞാൽ 399. അപ്പോൾ നമുക്ക് y എന്ത് കിട്ടും? ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ 19 -21 കിട്ടും അല്ലേ? -21. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ് ആക്സിൽ കട്ട് ചെയ്യുന്ന y ഇൻ്റർസെപ്റ്റ് -1 കിട്ടി. y ഇൻ്റർസെപ്റ്റ് -1 ആണെങ്കിൽ അതിൻ്റെ x കോർഡിനേറ്റ് 0 ആയിരിക്കും അല്ലേ? 0 -21 ആണ് ഒരു പോയിന്റ്. ഓക്കെ, 0 -21 അല്ലേ? അപ്പോൾ ഇതുമല്ല, ഓപ്ഷൻ ബിയും അല്ല, ഓപ്ഷൻ ഡിയും അല്ല, കാരണം ഇത് 0 21 ആണ്. ഇനി എക്സ് ഇൻ്റർസെപ്റ്റ് കാണണം. എക്സ് ഇൻ്റർസെപ്റ്റ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് ഇൻ്റർസെപ്റ്റ് ആണെങ്കിൽ y കോർഡിനേറ്റ് 0 എടുത്താൽ മതി. y കോർഡിനേറ്റ് ഇവിടെ 0 ആണെങ്കിൽ ഇത് 0 ആയിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? 57x = 399. അപ്പോൾ എന്ത് കിട്ടും? എക്സ് എന്ന് പറഞ്ഞാൽ 399/57 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 കിട്ടും. അപ്പോൾ ആ കോർഡിനേറ്റ്സ് ഏതായിരിക്കും? x7 y 0. ഏതാ ഓപ്ഷൻ? ഇത് മൈനസ് ആണ്, ഇതും പോയി. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഇനി അതുപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കാണുന്നതിന് നമ്മൾ ഇൻ്റർസെപ്റ്റ് ഫോം അടിച്ചിട്ടുണ്ടല്ലേ സ്ലോപ്പിൽ? എന്താണ്? നമുക്ക് x/a + y/b = 1 എന്ന് പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ ഈ കാണുന്ന എ ആണ് അതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ്, ബി ആണ് അതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ 399 രണ്ട് സൈഡിലൊന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? ജസ്റ്റ് ഞാൻ വാല്യൂസ് ഒന്നും പറയുന്നില്ല. അതാ ഡിവൈഡ് എന്ത് കിട്ടും? 399 ഡിവൈഡ് ചെയ്താൽ ഇവിടെ 7 കിട്ടും പ്ലസ് y/-21 ഇങ്ങനെ കിട്ടും. 21 = 1 എന്ന് കിട്ടും. അപ്പോൾ ഈ എക്സിൻ്റെ താഴെ കാണുന്നതാണ് എക്സ് ഇൻ്റർസെപ്റ്റ്, വൈൻ്റെ താഴെ കാണുന്നതാണ് വൈ ഇൻ്റർസെപ്റ്റ് അല്ല. എക്സ് ഇൻ്റർസെപ്റ്റ് 7 ആണെങ്കിൽ ആ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? എക്സ് ആക്സിൽ 7 0. ഇനി വൈ ഇൻ്റർസെപ്റ്റ് -21 ആണെങ്കിൽ വൈ ആക്സിൽ 0 -21. ഓക്കെ, ഇനി അടുത്ത ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ x² + y² = 25. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എയും ബിയും ആണ്, അതുപോലെ തന്നെ റേഡിയസ് 6 ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതുക? x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ = r². അല്ല, ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ എയും ബി ഒക്കെ 0 ആണ്, അതുകൊണ്ടാണ് x² + y² എന്നത്. അതിൻ്റെ അർത്ഥം ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്താണ്? സെൻറ്റർ ഒറിജിനാണ്. അതുകൊണ്ടാണ് ഇവിടെ എയും ബി ഒക്കെ 0 ആയി പോയത്. പക്ഷേ ഇവിടെ റൈറ്റ് സൈഡിൽ r² തന്നെയാണ്. അപ്പോൾ r² എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് 25 ആണ്. r² 25 ആണെങ്കിൽ r എന്താ? റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഓക്കെ, ഡയറക്റ്റ് ചോദ്യം. സെൻറ്റർ തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഞാൻ നേരത്തെ എഴുതി എന്താ? x - a ഹോൾ സ്ക്വയർ പ്ലസ് y - b ഹോൾ സ്ക്വയർ = r². എയും ബി എന്ന് പറഞ്ഞാൽ 1ഉം -2 ആണ്. കൊടുത്തേ x - 1 ഹോൾ സ്ക്വയർ പ്ലസ് y - -2, അതായത് y + 2 ഹോൾ സ്ക്വയർ = r². റേഡിയസ് ആണ് r16. ഇത് ഒറ്റയടിക്കൊന്ന് അറേഞ്ച് ചെയ്തേ. ഇവിടെ എന്ത് കിട്ടും? x² കിട്ടും, ഇവിടുന്ന് y² വരും. ഇനി എക്സിൻ്റെ ആണെങ്കിൽ ഇവിടെ -2x വരും, ഇവിടെയോ +4y വരും. അപ്പോൾ ഇതുവരെ കറക്റ്റാണ്. x² + y² -2xy ഏതാണത്? ഇതാ ഈ ഓപ്ഷൻ പോയി, ഈ ഓപ്ഷൻ പോയി, -2x വരുന്നത് ഇത് രണ്ടുമാണ് അല്ലേ? അതുപോലെ അടുത്ത് +4y ആണ്. ഇനി ഈ കോൺസ്റ്റൻറ്റ് ഏതാണെന്ന് കൂടെ നോക്കിയാൽ മതി. ഇവിടെ നമുക്കറിയാം ഇവിടെ 1² ഉണ്ട്, ഇവിടെ 2² ഉണ്ട്. എത്രയാണ്? 4 = 16 ആണ്. അപ്പോൾ ഈ 5 ഇത് 1 + 5 എന്നുള്ള അപ്പുറം പോകുമ്പോൾ എന്തായി മാറും? ഇത് ലാസ്റ്റ് 11 ആയി മാറും. അപ്പോൾ ഇത് കൂട്ടെ, അതായത് x² + y² -2x + 4y = 11. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒന്നുമില്ല, ഡയറക്റ്റ് എൻ്റെ ബീൻ്റെ അവിടെ 1ഉം -2 കൊടുക്കുക, റേഡിയസിൻ്റെ അവിടെ 4 കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്താ? ഇനിയാണ് ഇതുപോലത്തെ ചോദ്യങ്ങളാണ് ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതായത് 3 ലൈൻ തരും, ആ ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ കാണാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തരാറില്ല. ഇനിയിപ്പോൾ തന്നാലും കുഴപ്പമൊന്നുമില്ല, 3 ലൈൻ തന്നാലും നമുക്കത് എന്താ പറയുക, അതിൻ്റെ സോൾവ് ചെയ്തിട്ട് ആ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടും. 3 പോയിന്റ് കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് ഏരിയ കണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. കാരണം എന്ത് ചെയ്യും? ഒരു സൈഡ് വരെ എക്സ് ആക്സിസ് തരും, അതായത് ഇങ്ങനെ ഇങ്ങനെ 2 ഉണ്ട്. അതിലൊരു ലൈൻ ഇങ്ങനെ പോകും, ഒരു ലൈൻ ഇങ്ങനെ പോകും, ഒരു ലൈൻ എക്സ് ആക്സ് ആണ്. അപ്പോൾ നമുക്ക് ബേസ് എന്ത് കിട്ടും? എക്സ് ആക്സ് കിട്ടും. സിമ്പിളായിട്ട് നമുക്ക് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള സംഭവം വെച്ചിട്ട് ഏരിയ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ കാണാം? ഈ പ്രോബ്ലം കഴിഞ്ഞ തിയറി ക്ലാസ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. കാണാത്തവരോട് പോയി കാണാം. അതല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇത് എക്സ് ആക്സ് ആണ്. നമുക്ക് വേണ്ടത് ഈ 3 ലൈൻ ഇൻ്റർസെക്ട് ചെയ്യുന്ന സ്ഥലമാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കി x + y = 3. അപ്പോൾ നമുക്ക് ഈ ലൈൻ എങ്ങനെയാണെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക? എക്സിന് 0 കൊടുക്കുമ്പോൾ y3 കിട്ടും. എക്സിന് 0 കൊടുക്കുമ്പോൾ y3 എന്ന് പറഞ്ഞാൽ പോയിന്റ് എന്താണ്? 0 3 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ്? 0 3 എന്ന് പറഞ്ഞാൽ x0 y3 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും അല്ലേ? 0 3. അതുപോലെ തന്നെ yക്ക് 0 കൊടുക്കുമ്പോൾ എന്തും എക്സിനും 3 കിട്ടും. അപ്പോൾ ഇവിടെയും വരും 3 0. ഇതാ, അപ്പോൾ ഇങ്ങനെയാണ് ആ ലൈൻ പോകുന്നത്. ഒരു ലൈൻ പോകുന്നത് ഇങ്ങനെയാണ്, ഒരു ലൈൻ ഇങ്ങനെയല്ലേ പോകുന്നത്. ഇനി അടുത്തതാ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസുമാണ്.
ഇനി മൂന്നാമതൊരു ലൈൻ ഉണ്ട്, ഏതാ 2x + 5y = 12. അതും ചെയ്തേ. അവിടെ ഇതുപോലെ ചെയ്താൽ മതി. എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്ത് കിട്ടും? 12/5. 12/5 എന്ന് പറഞ്ഞാൽ 2.4. അപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും പോയിന്റ്. അല്ലേ? ശരിക്കും നോക്കി, എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്താ കിട്ടുക? 2.4. അപ്പോൾ 0 2.4 ആണ് ഈ പോയിന്റ്. അതുപോലെ തന്നെ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് എന്ത് കിട്ടും? 6 കിട്ടും. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് 6 പറഞ്ഞാൽ ഇവിടെ വരും 6 0. അതായത് ഈ കാണുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഒരു ലൈൻ ഇങ്ങനെ, ഒരു ലൈൻ ഇങ്ങനെ, ഒരു ലൈൻ എക്സ് ആക്സ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഏരിയയാണ് നമുക്ക് കാണുന്നത്. അല്ലേ? ഈ കാണുന്ന ഏരിയ കാണാൻ നമുക്ക് സുഖമായിട്ട് ചെയ്യാം. എങ്ങനെ? ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കിട്ടി 30, മറ്റേ സൈഡ് 60. ഈ ഇൻ്റർസെക്റ്റിംഗ് സൈഡ് കൂടെ കിട്ടിയാൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ ഏരിയ ഫോർമുല വെച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? ബേസ് ഇവിടെ കിട്ടും, ഈ ഹൈറ്റും കിട്ടും. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്സിലെ y കോർഡിനേറ്റ് ആണ് ആ ഹൈറ്റ് എന്ന് പറയുന്നത്. അല്ലേ? ഒരു പോയിന്റിന് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് y കോർഡിനേറ്റ് ആണ്, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് അത് x കോർഡിനേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് എത്രയും കൂടെ കണ്ടാൽ മതി. അതും ഈ പോയിന്റ് മുഴുവൻ കാണേണ്ട ആവശ്യമില്ല. ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിലെ y കോർഡിനേറ്റ് മാത്രം നമ്മൾ കണ്ടാൽ മതി. അതായത് ഈ രണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ഇക്വേഷനാണ്, ഒന്ന് ഈ ഇക്വേഷനാണ്. ഇത് രണ്ട് സോൾവ് ചെയ്തിട്ട് y കാണും. എത്ര കിട്ടും? ഫസ്റ്റത്തത് x + y = 3. ഇവിടെ 2x + 5y = 12. അപ്പോൾ ഞാൻ പറഞ്ഞ y കോർഡിനേറ്റ് കണ്ടാൽ മതി. അപ്പോൾ x ഈക്വലാക്ക് എന്ത് കിട്ടും? 2x + 2y = 6. അടുത്തത് 2x + 5y = 12. അപ്പോൾ x ഈക്വലായി. ഇത് രണ്ടൊന്ന് ഡിഫറൻസ് എടുത്താൽ എന്ത് കിട്ടും? ഇവിടെ അങ്ങോട്ട് ഡിഫറൻസ് എടുത്താൽ ഇത് പോയി ബാക്കി 3y = 6. y എന്ന് പറഞ്ഞാൽ എന്താ? y എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൻ്റെ x എന്തോ ആയിക്കോട്ടെ, y എന്ന് പറഞ്ഞാൽ 2 കിട്ടും. y 2 കിട്ടുമ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ ട്രയാങ്കിൾ ഏരിയ കിട്ടും. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ്, ഈ ബേസ് ലെങ്ത് എത്ര? ഇവിടം വരെ നമുക്കറിയാം 30 ആയതുകൊണ്ട് ഇവിടം വരെ 3 ആണ്, ഇവിടം വരെ 6 ആണ്. അപ്പോൾ ഇതൊന്ന് കുറച്ചാൽ 6 - 3 കുറച്ചാൽ ഈ ലെങ്ത് കിട്ടൂലേ? അപ്പോൾ എത്ര കിട്ടും? 3 ഇൻറ്റു പിന്നെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, y കോർഡിനേറ്റ് 2 ആണ്. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയാൽ ബാക്കി 3 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഈ ക്വസ്റ്റൻ ഞാൻ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റൻസ് വീണ്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയാണ് അടുത്ത എന്താ? വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ ദ ഗ്രാഫ്സ് ഓഫ് ദ ഇക്വേഷൻ? ഇവിടെയും സെയിം ഗ്രാഫാണ്. y = 0. അതുപോലെ തന്നെ 4x + y = 16. 2x - 3y + 6 = 0. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. അല്ലേ? ഇവിടെയാണ് ഗ്രാഫ്, x കോർഡിനേറ്റും y കോർഡിനേറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഒരു മിനിറ്റ്, ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഞാൻ സ്ട്രൈറ്റ് ആക്കി വരക്കാം. ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ്? നമുക്ക് 3 ലൈൻ വേണം. ഒരു ലൈൻ നമുക്കറിയാം y = 0. y = 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം x കോർഡിനേറ്റ് ആണ് ആ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ രണ്ട് ഗ്രാഫും കൂടെ നമുക്ക് കിട്ടണം. അതിനെന്ത് ചെയ്യാം? അത് നമ്മൾ ആദ്യം കാര്യം ചെയ്യുക, എക്സ് എന്ന് പറഞ്ഞാൽ 0 കൊടുക്കുക. എക്സിന് ഈ ഇക്വേഷൻ 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്കറിയാം ഈ ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ജസ്റ്റ് കൊടുത്താൽ എക്സിന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? -3y = -6. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? y എന്ന് പറഞ്ഞാൽ -2 കിട്ടും. അല്ല, -2 അല്ല, y എന്ന് പറഞ്ഞാൽ 2 കിട്ടും. 2 അല്ലേ വരുന്നത്? അതെ, y എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ x 0, y 2 എന്ന് പറഞ്ഞാൽ ഏതാ പോയിന്റ്? ഈ കാണുന്നതാണ് പോയിന്റ്. x 0, y 2 അല്ലേ? 0, y 2. ഇനി അടുത്ത ഇതിൽ തന്നെ y 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? y 0 കൊടുക്കുമ്പോൾ ഇത് ക്യാൻസലായി പോകും. ബാക്കി 2x = -6, x എന്ത് കിട്ടും? -3 കിട്ടും. അതായത് ഇവിടെ -3 0 എന്ന് കിട്ടും. അതായത് നമുക്കറിയാം ഒരു ലൈൻ ഏതാണ്? ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന ലൈനാണ്. ഓക്കെ. ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ x ആക്സിസുമാണ്. ഇനി ഒരു ലൈൻ കൂടി ഉണ്ട്, ഏതാ? 4x + y = 6. ഇവിടെയും കൊടുക്ക്. എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്ന് പറഞ്ഞാൽ 16 കിട്ടും. എക്സിന് 0 കൊടുക്കുമ്പോൾ y 16 ആണെങ്കിൽ ഈ പോയിന്റ് എവിടെ വരും? ഇത് എവിടെ വരും? 0, 16. ഇനി yക്ക് 0 കൊടുക്കുമ്പോൾ x 4 കിട്ടും അല്ലേ? yക്ക് 0 കൊടുക്കുമ്പോൾ x 4 ആണെങ്കിൽ ഇത് ഇവിടെയാണ്. yക്ക് 0, x 4. ഇതാണ് രണ്ട് പോയിന്റ്. ഈ പോയിന്റും ഇതൊന്ന് വരച്ച് അപ്പോൾ ലൈൻ എങ്ങനെ വരും? ഇങ്ങനെ പോവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർസെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് അതിൻ്റെ ഇടയിലുള്ള, അല്ലേ? ആ ഏരിയയാണ് നമ്മൾ കാണുന്നത്, അല്ലേ? റീജിയൻ എൻക്ലോസ്ഡ്. ഈ 3 ലൈനിൻ്റെ ഇടയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ഈ കോർഡിനേറ്റ് വേണം, ഈ കോർഡിനേറ്റ് വേണം, ഈ ഇൻ്റർസെക്റ്റിംഗ് കോർഡിനേറ്റും വേണം. ഇൻ്റർസെക്റ്റിംഗ് കോർഡിനേറ്റ് കിട്ടിയില്ലെങ്കിലും ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ പോരെ. അതായത് ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിൽ നമുക്ക് എക്സ് വൈ കോർഡിനേറ്റ് കിട്ടണം. വൈ കോർഡിനേറ്റ് കിട്ടിയാൽ ആൻസറായി, അല്ലേ? അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്ര നോക്കിയേ? ഇവിടെ നിന്ന് മൊത്തം ഡിസ്റ്റൻസ് നമുക്ക് കാണേണ്ടത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നിന്ന് ഇവിടം വരെ 3 ആണ്, ഇവിടെ നിന്ന് ഇവിടം വരെ 4 ആണ്. അപ്പോൾ ഇത് കിട്ടും 7 കിട്ടും.
അപ്പോൾ 1/2 × 7 ഇൻറ്റു ഇനി ഈ y കോർഡിനേറ്റ് കൂടെ കിട്ടണം. y കോർഡിനേറ്റ് കിട്ടാൻ എന്ത് ചെയ്യണം? ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്തിട്ട് അതിന് y കാണണം. ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യും. ഈ രണ്ട് ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്തിട്ട് അതിന് y കണ്ടാൽ മതി. y കാണാൻ എന്ത് ചെയ്യണം? എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആക്കണം. എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആക്കാൻ എന്താ ചെയ്യാൻ നോക്കിയേ? ഇവിടെ 4x കൊടുക്കുക. ഈ ഇക്വേഷനെ 4x ആക്കിയാൽ -6y = -12. ഇതോ ഓൾറെഡി 4x + y = 16 അല്ലേ? ഇനി ഇതൊന്ന് അങ്ങോട്ട് കൂടെ അറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? ഇതൊന്ന് കുറക്കാൻ പോകണം കേട്ടോ. ഇത് കുറക്കുമ്പോൾ കിട്ടും 7y = 28. y എന്ന് പറഞ്ഞത് കിട്ടും, y എന്ന് പറഞ്ഞാൽ 4 കിട്ടും. അതായത് ഇവിടുത്തെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഈ കാണുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് ആണ്. അപ്പോൾ 1/2 × 7 × 4 എത്രയാണ്? 2ഉം 4ഉം പോയാൽ 2 × 7 14 യൂണിറ്റ് ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് വരിക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 3 ഗ്രാഫ് പെട്ടെന്ന് വരയ്ക്കുക. ഈ രണ്ട് കോർഡിനേറ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഈ ഒരു കോർഡിനേറ്റ് കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. ഈ ഒരു കോർഡിനേറ്റ് നമ്മൾ മൊത്തം കാണേണ്ട ആവശ്യമില്ല, y കോർഡിനേറ്റ് മാത്രം കണ്ടാൽ മതി. ഇനി അടുത്ത് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ ഗ്രാഫ്സ് ഓഫ് ദ ഇക്വേഷൻ. ഓക്കെ, ഇനി ഇത് ഒരു ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് സിമിലർ പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് ഇതിന് താഴെ കമൻറ്റ് ചെയ്യുക. നോക്കിയേ, 3 ലൈൻ നേരത്തെ പോലെ തന്നെ 3 ലൈൻ തന്നിട്ടുണ്ട്, വേറെ ലൈൻ തന്നിട്ടുണ്ട്, എക്സ് ആക്സും തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ആക്സിൻ്റെ ഈ 2 ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഏരിയ കാണാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാം. സെയിം നേരത്തെ നമ്മൾ ചെയ്ത 2 പ്രോബ്ലം ചെയ്ത സെയിം കൺസെപ്റ്റാണ് അവിടെയും വരുന്നത്. അതിനടുത്ത് ഗ്രാഫ് ഓഫ് ദ ലീനിയർ ഇക്വേഷൻ 4x - 2y = 10 ആൻഡ് 4x + ky = 2 ഇൻ്റർസെക്റ്റ് അറ്റ് എ പോയിന്റ് A4. ദ വാല്യൂ ഓഫ് k = ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആൾക്ക് വേണ്ടി ഞാനൊന്നും കൂടെ പറയാം. ഒന്നുമില്ല, ഈ 2 ലൈനും ഈ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് രണ്ടിൻ്റെ സൊല്യൂഷനാണ്. അതായത് ഇങ്ങനെ ഒരു ലൈനും പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു ലൈനും പോകുന്നുണ്ടെങ്കിൽ ഒറ്റ സ്ഥലത്തെ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുള്ളൂ അല്ലേ? അതായത് ഈ ഗ്രാഫിലും ഈ പോയിന്റ് എന്തായിരിക്കും? സാറ്റിസ്ഫൈ ആവും. അപ്പോൾ ആ 2 ഗ്രാഫും കൂടെ സോൾവ് ചെയ്താൽ കിട്ടുന്ന എക്സും വൈ ആണെന്ത്? ഈ കാണുന്ന പോയിന്റ്. അതായത് ഈ പോയിന്റ് ഈ ഗ്രാഫിലും സാറ്റിസ്ഫൈ ആവും, ഈ പോയിന്റ് ഈ ഗ്രാഫിലും സാറ്റിസ്ഫൈ ആവും, രണ്ടിലും സാറ്റിസ്ഫൈ ആവും. അപ്പോൾ നമ്മൾ രണ്ടും എന്ത് ചെയ്യാം? നമുക്ക് കാണേണ്ടത് കെൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഇവിടെ കെ അല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും? എൻ്റെ വാല്യൂ കിട്ടും. അതെടുത്ത് അവിടെ ഇട്ട് കൊടുത്താൽ കെൻ്റെ വാല്യൂ കിട്ടും. ജസ്റ്റ് നോക്കി, ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക 4x - 2y അല്ലേ? എക്സിൻ്റെ അവിടെ കൊടുക്കുക. അതായത് 4a - 2 × 4 8 = 10. എ എന്ത് കിട്ടും? എ എന്ന് പറഞ്ഞാൽ 10 8 അപ്പുറം പോകുമ്പോൾ 18/4 എന്ന് പറഞ്ഞാൽ 9/2. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 9/2 കിട്ടി. അതായത് ഇവിടുത്തെ എ എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? എ എന്ന് പറഞ്ഞാൽ 9/2 ആണ്. അതായത് ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ 9/2 4 ആണ്. ഇനി ഈ പോയിന്റ് എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും കെയും കിട്ടും. ഇട്ട് കൊടുത്ത് എക്സിൻ്റെ അവിടെ 9/2 കൊടുക്കും. 4 × 9/2 പ്ലസ് കെ × y എന്ന് പറഞ്ഞാൽ 4 ആണ് = 2. ഒന്ന് ചെയ്ത് നോക്കിയേ, ഇത് എത്ര കിട്ടും? 2ഉം പോയാൽ 18 പ്ലസ് 4k എന്ന് പറഞ്ഞാൽ 18 പ്ലസ് 4k എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ 4k എന്ന് പറഞ്ഞപ്പോൾ എന്ത് കിട്ടും? -16 കിട്ടും. k എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -4 കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് പറയാം. ഇനി അടുത്ത് ദ ഗ്രാഫ്സ് ഓഫ് ദ ഇക്വേഷൻസ് 7x + 11y = 3 ആൻഡ് 8x + y = 15 ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിന്റ് P which also lies on the graph of the equation. ചോദ്യം എന്താ? ഈ 2 ഗ്രാഫും P എന്ന് പറഞ്ഞ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ P എന്ന് പറഞ്ഞ പോയിന്റ് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലും ആ പോയിന്റിലൂടെ ഈ ഇക്വേഷനും കടന്നു പോകുന്നുണ്ട്. അതായത് പറഞ്ഞിട്ടുള്ള എത്രയേ ഉള്ളൂ, ഇങ്ങനെ 2 ഗ്രാഫ് ഉണ്ട്. ആ 2 ഗ്രാഫിൻ്റെ ഇക്വേഷനാണ് ഒന്നിതും. അതായത് ഇതിനൊരു ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അതാണ് എന്ത്? P എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ P എന്ന് പറഞ്ഞ പോയിന്റിലൂടെ വേറൊരു ലൈനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്താലും ഈ പോയിന്റ് അതിൽ പോകണം അല്ലേ? അങ്ങനെ പോകുന്നത് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഓപ്ഷനാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുകൂടെ? ഇത് രണ്ടും സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? P എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. ആ P എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ഏത് ഇക്വേഷനാണ് സാറ്റിസ്ഫൈ ഒന്ന് നോക്കിയാൽ പോരെ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ 2 ലൈൻ ഒന്ന് സോൾവ് ചെയ്യാം അല്ലേ? ഈ കാണുന്ന 2 ലൈൻ ഏതൊക്കെയാണ്? 7x + 11y = 3, 8x + y = 15. ഈ 2 ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റണം അല്ലേ? സോൾവ് ചെയ്യാം, പല രീതിയിലും സോൾവ് ചെയ്യാം. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിലും വൈയിലും ഇക്വേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ഷോർട്ട് കട്ട് എന്താ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് എക്സ് ഒറ്റ സ്റ്റെപ്പിൽ കാണുന്നുണ്ടെങ്കിൽ, എക്സ് ആണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം എക്സ് ഇവിടെ നിർത്തിയിട്ട് 11 × 15 എത്രയാ? 165 മൈനസ് ഇപ്പോൾ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് 1 അല്ലേ? 1 × 3 എത്രയാ? 3 ഡിവൈഡഡ് ബൈ 11 × 8 എത്രയാ? 88 മൈനസ് 1 × 7 എത്ര കിട്ടി? 7. എത്ര കിട്ടും? ഇവിടെ നോക്കിയാൽ 162/81 എന്ന് കിട്ടും. അതായത് എക്സ് കോർഡിനേറ്റ് 2 ആണ്. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. എക്സ് + by = c ആണ്. സോറി, c അല്ല, p ആണ്. അതുപോലെ തന്നെ
സി എക്സ് പ്ലസ് ഡി വൈ ഈസ് ഈക്വൽ ടു ക്യൂ ആണ്. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ വേണം എന്ത് ചെയ്താൽ മതി. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബി ക്യൂ മൈനസ് പി ഡി ഡിവൈഡർ ബൈ ബി സി മൈനസ് എ ഡി. ഇത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സ് കിട്ടും. ഇനി വൈ ആണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. വൈ ആണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, വൈ ആണ് കാണേണ്ടതെങ്കിൽ ഈ വൈ മാറ്റിയിട്ട് എക്സിൻ്റെ അവിടെ തുടങ്ങുക. എ ക്യൂ മൈനസ് പി സി ഡിവൈഡർ ബൈ എ ഡി മൈനസ് ബി സി. ഇക്വേഷൻ ഓർത്ത് നോക്കുക. ഇക്വേഷനാണ് ഞാനവിടെ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് കിട്ടും. നോക്കി ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ല. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും പോകണ്ട. ഇനി അടുത്ത് വൈൻ്റെ വാല്യൂ കാണണമെങ്കിൽ നോക്കിയേ, വൈൻ്റെ വാല്യൂ കാണണമെങ്കിൽ അതുപോലെ ഞാൻ എന്ത് ചെയ്യണം, വൈൻ്റെ വാല്യൂ കാണണമെങ്കിൽ ആദ്യം വൈ ഇവിടെ നിർത്തിയിട്ട് 7 × 15 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 105 മൈനസ് 8 × 3 24 ഡിവൈഡഡ് ബൈ 7 × 1 7 മൈനസ് 8 × 11 എത്രയാ, 8 × 11 എന്ന് പറഞ്ഞാൽ 88. നോക്കി എത്ര കിട്ടും, 105 നിന്നും 24 കുറച്ചാൽ എത്ര കിട്ടും, 105 24 കുറച്ചാൽ നമുക്കറിയാം 79 ആണ്. ഡിവൈഡഡ് ബൈ 7 മൈനസ് 88 എന്ന് പറഞ്ഞാൽ 71 അല്ല, ഇവിടെ വരുന്നത് 81 ആണ് അല്ലേ. 81 ആണ് വരുന്നത്, താഴെ മൈനസ് 81 വരും. അപ്പോൾ ടോട്ടൽ നോക്കിയേ, എക്സും വൈ നമുക്ക് 2ഉം -1 കിട്ടി. എക്സും വൈയും 2ഉം -1 ആണ്. അതായത് ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2ഉം -1 ആണ്. ഈ രണ്ട് പോയിന്റ് ഇട്ട് കൊടുത്താൽ സാറ്റിസ്ഫൈ ആവുന്ന ഏത് ഇക്വേഷനാണ് നോക്കിയാൽ മതി. 2 -1 ഇട്ട് കൊടുത്താൽ നോക്കിയേ, ഇവിടെ 2 കൊടുത്താൽ 4 -1 3 ആണ് വരേണ്ടത്. അപ്പോൾ ഇത് വരില്ല. ഇനി ഇവിടെ 2 കൊടുത്താൽ 2 × 2 എത്രയാണ്, 4 -1 എന്ന് പറഞ്ഞാൽ 5 ആണ് വരേണ്ടത്. ഇതും വരില്ല. ഇനി ഓപ്ഷൻ സി നോക്കിയേ, 3 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 ആണ് അല്ലേ. 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 + 5 × -1 എന്ന് പറഞ്ഞാൽ -5 ആണ്. 6 - 5 എത്ര, 1 അല്ലേ. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിളായിട്ട് കിട്ടിയില്ലേ. രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക, പോയിന്റ് കിട്ടും. ആ പോയിന്റ് താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഇക്വേഷനിലാണ് എന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതാ ഇതും അതുപോലത്തെ ഒരു ചോദ്യമാണ്, സിമ്പിൾ ചോദ്യമാണ്. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതും നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, സെയിം സാധനമാണ്. ഇതാ ഇവിടെ 1/3 വൈയും ഒരു ഫ്രാക്ഷനൊക്കെ വരുന്നുണ്ടെന്നുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് രണ്ടും എല്ലാത്തിനും 3 കൊണ്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സിമ്പിളായിട്ട് ഇക്വേഷൻ കിട്ടും. അതിൽ നിന്ന് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടും. ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഈ താഴെ കാണുന്ന ഏതൊരു ലൈനിലും കൂടെ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ഏത് ലൈനാണെന്നുള്ളത് നിങ്ങൾ കാണുക കേട്ടോ, കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. സെയിം മോഡൽ ചോദ്യം ആയതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുക. ഇനി അടുത്ത വേറൊരു ടൈപ്പ് ഓഫ് ചോദ്യം ഇതാണ് വരുന്നത്. ഇതാ ഇവിടെ വരുന്നത് ഗ്രാഫ് ഓഫ് ദ ലീനിയർ ഇക്വേഷൻ 3x മൈനസ് ഒരു മിനിറ്റ്, സോറി കേട്ടോ. ഗ്രാഫ് ഓഫ് ദ ലീനിയർ ഇക്വേഷൻ 3x - 2y = 8 ആൻഡ് 4x + 3y = 5 ഇൻ്റർസെക്റ്റ്. ഇതൊന്നുമില്ല, നേരത്തെ നമ്മൾ സോൾവ് ചെയ്ത് കണ്ടില്ലേ. നേരത്തെ നമ്മൾ രണ്ട് ഇക്വേഷൻ കണ്ടു, അത് സോൾവ് ചെയ്താൽ അതിന് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടും. അത് തന്നെയാണ് ഇവിടുത്തെ ചോദ്യം കേട്ടോ. ഈ ചോദ്യത്തിൽ നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റാണ് ആൽഫയും ബീറ്റയും. അങ്ങനെ ആൽഫയും ബീറ്റയും കണ്ടിട്ട് 2α - β കാണാനാണ് ചോദ്യം. അപ്പോൾ ഇക്വേഷൻസ് ഏതൊക്കെ, 3x - 2y = 8, അതുപോലെ തന്നെ 4x + 3y = 5. ഇതിൽ സോൾവ് ചെയ്യുമ്പോൾ എക്സിന് കിട്ടുന്ന പോയിന്റാണ് ആൽഫ, സോൾവ് ചെയ്യുമ്പോൾ വൈക്ക് കിട്ടുന്ന പോയിന്റാണ് ബീറ്റ. അങ്ങനെ ആൽഫ ബീറ്റയും കണ്ടിട്ട് 2α - β കാണാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പല രീതിയിൽ കാണാം. ഒന്ന് ഞാൻ പറഞ്ഞു, ഇത് എക്സ് ഇക്വേറ്റ് ചെയ്യുക, അപ്പോൾ വൈ പോയിന്റ് കിട്ടും. വൈ ഇക്വേറ്റ് ചെയ്താൽ എക്സിൻ്റെ പോയിന്റ് കിട്ടും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ സ്റ്റെപ്പിൽ കാണണം. എക്സ് എങ്ങനെ കാണാം നോക്കിയേ, ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ എക്സ് ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ കാണും. എക്സ് കാണുമെങ്കിൽ -2 × 5 എത്രയാ, -10 മൈനസ് 8 × 3 എത്രയാ, 24 ഡിവൈഡഡ് ബൈ എവിടെ തുടങ്ങിയത്, -2 × 5. അപ്പോൾ -2 × 4 എത്രയാ, -8 മൈനസ് 3 × 3 എത്രയാ, മൈനസ് അല്ല 9. എത്ര കിട്ടും, -34 ബൈ -17 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആ കിട്ടുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ത് കിട്ടും, 2 കിട്ടും. സിമിലർലി വൈ കോർഡിനേറ്റ് എന്താ, അതിന് വൈ ആണ് കാണേണ്ടതെങ്കിൽ പിടിക്കുക. 3 × 5 15 മൈനസ് 8 × 4 32 ഡിവൈഡഡ് ബൈ എവിടെ നിന്ന് തുടങ്ങി, ഇവിടെ അല്ലേ 3 × 5. അപ്പോൾ ഇനി 3 × 3 എത്രയാ, 9 മൈനസ് -2 × 8 എത്രയാ, -2 × 8 എന്ന് പറഞ്ഞാൽ -8, അതായത് +8 വരും. ഇതെത്ര കിട്ടും നോക്കിയേ, ഇത് -17/17 എത്ര കിട്ടും, -1. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇതാ, ഇതിൽ ആൽഫ എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 എന്ന് കിട്ടും, ബീറ്റ എന്ന് പറഞ്ഞാൽ -1 എന്ന് കിട്ടും. ഇനി ഈ സാധനം എടുത്തിട്ട് ഈ കാണുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. 2 × 2 എത്ര, 4 മൈനസ്
ബീറ്റ -1 -1 കഴിയുമ്പോൾ +1 വരും. 4 + 1 എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഓക്കെ, ഇതാ സിമിലർ ടൈപ്പ് ഓഫ് ചോദ്യം ഒന്നും കൂടെ ഞാൻ ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. അതാ 3x + y = 5 ആണ്, 2x - y = 5 ആണ്. ഇവിടെ പിന്നെ നിങ്ങൾ മറ്റൊന്നും കൊടുക്കാൻ നോക്കണം. നോക്കുമ്പോൾ ഇവിടെയും y സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും, x കിട്ടും. എല്ലാത്തിനും ഒരേ സിസ്റ്റം ഫോളോ ചെയ്യരുത്, ഏതാണോ ഈസി അതിനനുസരിച്ച് വേണം ഫോളോ ചെയ്യാൻ കേട്ടോ. ഇവിടെ നമുക്ക് നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ വളച്ചും തിരിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ രണ്ടും ആഡ് ചെയ്ത് എന്ത് കിട്ടും? ഇത് രണ്ടും ആഡ് ചെയ്താൽ y പോവും. y പോയാൽ ബാക്കി ഇതാ 5x = എന്ത് കിട്ടും? 10 കിട്ടും. x എന്ന് പറഞ്ഞാൽ എന്താ? x എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടും. ഒറ്റയടിക്ക് x 2 കിട്ടിയില്ലേ? x 2 കിട്ടിയാൽ y എന്താ? x 2 കിട്ടിയാൽ y എന്താ? നോക്കിയേ, 6 + y ആണ് 5. അങ്ങനെ y എന്താ? y എന്ന് പറഞ്ഞാൽ -1 ആണ്. അതായത് ഇവിടെ ആൽഫ എന്ന് പറഞ്ഞ സാധനം 2 ആണ്. നേരത്തെ കിട്ടിയ അതേ വാല്യൂ തന്നെ. ബീറ്റ എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇവിടെ കൊടുക്ക്, ആൽഫ 2 ആണെങ്കിൽ 3 × 2 6 വരും. 6 - 1 എത്ര കിട്ടും? 5. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് ഇതാ നേരത്തെ അതേ മോഡൽ ചോദ്യം നിങ്ങൾ ചെയ്യുക കേട്ടോ. വീണ്ടും സെയിം മോഡൽ നിങ്ങൾ ചെയ്യുക. 2 ചോദ്യം ഞാൻ ചെയ്തിട്ടുണ്ട്, 2 ചോദ്യം നിങ്ങൾ ചെയ്യുക. ഇത് ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങളൊന്ന് എന്തൊക്കെയാണ് ടൈപ്പാണ് ചോദിച്ചിട്ടുള്ളതായി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. 4 പ്രാവശ്യം ഞാൻ ഡിഫറെൻറ്റ് ഷിഫ്റ്റിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതാ ഇതും അതേപോലെ തന്നെ ചോദ്യമാണ് കേട്ടോ. പക്ഷേ ഇത് സെയിം തന്നെയാണ്. എയും ബി, ആൽഫക്കും ബീറ്റക്കും പകരം എയും ബിയും തന്നു. എയും ബിയും കണ്ടിട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ചെയ്ത് നോക്കിയേ, ചെയ്യാൻ പറ്റും നോക്കിയേ. ഇതാ ഞാൻ ഒരു ക്വസ്റ്റൻ കൂടി ചെയ്യാം. 3x - 20y = 2 ആണ്. അതുപോലെ തന്നെ 11x - 5y = -61 ആണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ രണ്ടും ഇക്വേറ്റ് ചെയ്ത് ഈക്വലാക്കി ചെയ്യാനൊക്കെ പോയാൽ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഒറ്റയടിക്ക് എക്സിൻ്റെ വാല്യൂ ആണല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ്. എക്സിൻ്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്യണം? എക്സ് പിടിക്കുക, -20 × -20 × -61 എത്രയാണ്? 61 2 പറഞ്ഞാൽ 1220 അല്ലേ? 1220 മൈനസ് ഇത് ചെയ്തു. ഇനി ഇത് 1220 മൈനസ് -10 എന്ന് പറയുമ്പോൾ എന്താ? 2 × 5 അല്ലേ? -10 ആണ് +10 ഡിവൈഡഡ് ബൈ -20 × അല്ല -20 × 11 എത്രയാ? -220 മൈനസ് 3 × -5 പറഞ്ഞാൽ -15. അപ്പോൾ +15 എത്ര വരുന്നുണ്ട്? ഓക്കെ, ഇത് 1230 വരും. ഇതോ ഇത് -205 വരും. അപ്പോൾ എന്ത് കിട്ടും? നമുക്കറിയാം 205 × 6 ആണ് 1120 അല്ലേ? അപ്പോൾ -6 കിട്ടും. എൻ്റെ വാല്യൂ -6 കിട്ടി. ഇനി നമ്മൾ ബീൻ്റെ വാല്യൂ, അതായത് വൈൻ്റെ സോൾവ് ചെയ്ത് കാണാൻ പോകും. വൈ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം? വൈ സോൾവ് ചെയ്യാൻ നമുക്കറിയാം ഇത് പിടിച്ചിട്ട് ബാക്കി 3 × -183 -2 × 11 അതായത് 22 ഡിവൈഡഡ് ബൈ വൈ അല്ലേ? അപ്പോൾ ഇതാണ് 3 × 11. പിന്നെ 3 × -5 -15 -20 × 11 അതായത് +220. ആൻസർ എന്താ? ഇത് മുകളിൽ -205 വരും, താഴെ വരുന്നത് +205 വരും. ഇതാണ് -1 ആണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ബി എന്ന് പറഞ്ഞാൽ -1ഉം എ എന്ന് പറഞ്ഞാൽ -6ഉം കിട്ടും. ഇനി ഇതിൽ ഇട്ട് കൊടുക്കണം, ആൻസർ കിട്ടൂലേ? നോക്കിയേ, 6² എന്ന് പറഞ്ഞാൽ എന്താ? -6ൻ്റെ സ്ക്വയർ 36 പ്ലസ് -1ൻ്റെ സ്ക്വയർ 1 മൈനസ് എ ബി -6 × -1 എന്ന് പറഞ്ഞാൽ 6 ഡിവൈഡഡ് ബൈ 36 -1 പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ +6 എത്ര കിട്ടും? 36 37 6 കുറച്ചാൽ 31 ഡിവൈഡഡ് ബൈ 36 6 42 1 കുറച്ചാൽ 41 31/41. ഏത് ആൻസർ? 31/41 എന്നാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ കഴിഞ്ഞ 5 ചോദ്യം ഒരേ ടൈപ്പ് ഓഫ് ചോദ്യമാണ്, പല വാല്യൂസ് എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ഓർത്ത് വെക്കും. ഇത് ഓർത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? സോൾവ് ചെയ്തെടുക്കാൻ പറ്റും എക്സും പോയി. പക്ഷേ ഇവിടെ മൈനസും പ്ലസും നമ്മളോട് മാറിപ്പോരുത്, മാറിപ്പോയാലാകെ ആൻസർ തെറ്റും. ഇത് അതുപോലെ തന്നെ ചോദ്യമാണ് കേട്ടോ. ഇവിടെ എന്താണ്? ഗ്രാഫ് ഓഫ് ദ ഇക്വേഷൻ x - 7y = -42 intersect the y axis at p alpha beta and the graph of 6x + y = 15 intersects the x axis at ഇനിയിപ്പോൾ എന്തായിരുന്നു പറയാ അല്ലേ? എന്താ പറയുക? സംഭവം മനസ്സിലായി, മറന്നുപോയി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ ബീറ്റ? സംഭവം ഇത് ഓർത്ത് വെക്കുക. ഇവിടെ സംഭവം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലൈന് ഇക്വേഷൻ x - 7y = -42 എന്ന ലൈന് y ആക്സിസിൽ എവിടെയോ മീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം y ആക്സിസിൽ എവിടെയോ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം y ആക്സിസിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ ഈ സംഭവം ആൽഫ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ബീറ്റ ആണെങ്കിൽ എക്സിന് ഇവിടെ 0 കൊടുത്താൽ മതി. എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും?
കാരണം ഇവിടെ y കോർഡിനേറ്റിൽ മീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ് ആക്സ് അല്ല എക്സ് കോർഡിനേറ്റ് അവിടെ 0 ആണ്. എക്സ് കോർഡിനേറ്റ് 0 ആണെങ്കിൽ y എന്ത് കിട്ടും? y എന്ന് പറഞ്ഞാൽ 6 കിട്ടും. അപ്പോൾ ബീറ്റ എന്ത് കിട്ടി? 6 കിട്ടി. ഒറ്റയടിക്ക് നോക്കി പറയാൻ പറ്റുന്ന വാല്യൂസ് അല്ലേ? സിമിലർലി ഇവിടെ എന്താണ്? ഇൻ്റർസെക്ട് ദ എക്സ് ആക്സിസ് ആണ്. ഈ എക്സ് ആക്സിസിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന നടത്തുന്നത് y കോർഡിനേറ്റ് 0 ആണ്. y കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനം അതെന്താണ്? അത് നമുക്ക് 0 കിട്ടും. ഇനി ഗാമ കാണണം അല്ലേ? ഗാമയാണ് ഇതിന് പറയുന്നത്. ഗാമ കാണണം. അതെന്ത് ചെയ്താൽ മതി? അപ്പോൾ നമുക്ക് ആ y കോർഡിനേറ്റ് 0 എടുത്തുകൂടെ കൊടുത്താൽ എന്ത് കിട്ടും? y 0 ആണെങ്കിൽ y 0 കൊടുത്താൽ 6x = 15. x പറഞ്ഞാൽ എന്ത് കിട്ടും? x പറഞ്ഞാൽ 15/6 പറഞ്ഞാൽ 5/2. അപ്പോൾ ഇതെന്ത് കിട്ടും? 5/2. അപ്പോൾ ഇതാണ് ആ 4 വാല്യൂസ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇത് 4 കൂടെ കൂട്ടിയാൽ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കണ്ട 0 ആണ്, ഇത് കണ്ട 0 ആണ്. ബാക്കി 6 + 5/2. 6 + 5/2 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 17/2. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, ഇതും അതുപോലെ തന്നെ ദ ഗ്രാഫ്സ് ഓഫ് ദ ഇക്വേഷൻ. അധികം ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞ ചോദ്യങ്ങളാണ് കുറേ വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 ഇക്വേഷൻ അങ്ങ് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ആണത്, അതിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ്. ഇവിടെ 2 ഇക്വേഷൻ ഉണ്ട്. 2x + 3y = 11, x - 2y = 12. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് x1 y1 ആണ്. അതായത് ഞാൻ കൺസെപ്റ്റ് പറഞ്ഞുതരാം, എല്ലാം ഞാൻ വീണ്ടും റിപ്പീറ്റ് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഈ 2 സംഭവം സോൾവ് ചെയ്താൽ x1 y1 കിട്ടും. അതുപോലെ തന്നെ ഈ കാണുന്ന ഇക്വേഷനും പിന്നെ എക്സ് ആക്സിൽ ഒരു പോയിന്റിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് സോൾവ് ചെയ്താൽ x2 y2 കിട്ടും അല്ലേ? അതായത് ഈ കാണുന്ന ഇക്വേഷൻ ഇൻ്റർസെക്റ്റ് ദ എക്സ് ആക്സിസ് അറ്റ് x2 y2 എന്നാണ്. എക്സ് ആക്സിൽ x2 y2 എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എക്സ് ആക്സിസിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ? എക്സ് ആക്സിൽ എവിടെയോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് എന്താ? അതിൻ്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ y കോർഡിനേറ്റ് ഇവിടെ 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? x എന്ന് പറഞ്ഞാൽ 12 കിട്ടും. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് പെട്ടെന്ന് കിട്ടും 0, 12. ഇത് രണ്ടും സോൾവ് ചെയ്താൽ x1 y1 കിട്ടും. ചോദ്യം x1 - x2 + xy1 + y2. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ CHSL വരെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഈ CHSL മാത്രം, ഇപ്പോൾ കഴിഞ്ഞ CHSL പരീക്ഷയിൽ മാത്രം 13ഓളം ചോദ്യങ്ങൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ ഡിഫറെൻറ്റ് ഷിഫ്റ്റിലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഇത്രയും നേരം ചോദിച്ച പോലത്തെ ഡയറക്റ്റ് സിമ്പിൾ ചോദ്യങ്ങൾ, അത് ആ കൺസെപ്റ്റിലെ ചോദ്യങ്ങൾ മാത്രമല്ല, കുറച്ച് പുതിയ കൺസെപ്റ്റിലെ ചോദ്യങ്ങളും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് ചോദ്യങ്ങളാണ് കേട്ടോ. ഇവിടെ എന്താ ചോദ്യം? എന്താ? ഇക്വേഷൻ ഓഫ് ദ ലൈൻ P is x + y 5 and that of line x - y. What are the coordinates of the point common? ഇത് സിമ്പിൾ ചോദ്യമാണ്. x + y = 5 എന്ന് പറഞ്ഞ ലൈനുണ്ട്, x - y = 3 എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്. ഇത് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു കോർഡിനേറ്റ് പോയിന്റ് ഉണ്ട്. ഏതാ? നമുക്കറിയാം, അതിന് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് അല്ലേ? ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിലായിരിക്കും അതിന്, കാരണം ഇങ്ങനെ ഒരു ലൈനും പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു ലൈനും പോകുന്നുണ്ട്. അതിന് രണ്ടും കോമൺ ആയിട്ടുള്ള പോയിന്റ് കാരണം അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കാണണമെങ്കിൽ നമ്മൾ ഇത് രണ്ടും സോൾവ് ചെയ്താൽ മതി. അപ്പോൾ x + y = 5ഉം x - y = 3 ആണെങ്കിൽ നമുക്ക് x പെട്ടെന്ന് കാണാം അല്ലേ? എക്സ് പെട്ടെന്ന് കാണാം. 5 + 3/2 അതായത് 4. y ആണെങ്കിലോ 5 - 3/2 അതായത് 2/2 1. 4ഉം 1ഉം വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ് ആൻസർ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ 2 ഇക്വേഷൻ ഉണ്ട്, അതിൻ്റെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് PQ ആണ്. അങ്ങനെയാണെങ്കിൽ 3P + Q. അത് ഇവിടെയും ചോദിച്ചിട്ടുണ്ട്, CHSL ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ CGL നമുക്ക് പ്രതീക്ഷിക്കാം. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് പോവാം. നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി ചോദ്യമാണ്, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ക്രിയേറ്റഡ് ബൈ ദ 2 ലീനിയർ ഇക്വേഷൻ ബൗണ്ടഡ് ബൈ ദ ലൈൻസ് ആൻഡ് ദ എക്സ് ആക്സിസ്. നേരെ ചെയ്ത പോലെ തന്നെ ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ജസ്റ്റ് ഒന്നും കൂടെ ചെയ്തു നോക്കാം. ഇങ്ങനെ പിന്നെ ഇങ്ങനെ 2 എക്സ് ആക്സും വൈ ആക്സും ഉണ്ട്. അതിൽ ഒരു ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. അതോടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു ലൈൻ എക്സ് ആക്സിസ് ആണ്. ഇനി മറ്റേ 2 ലൈൻ ഏതൊക്കെയാണ്? 2x + y = 6. അപ്പോൾ ആ ലൈൻ എങ്ങനെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. 2x + y, അതിൽ x-ന് 0 കൊടുക്കുക. x-ന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? y എന്ന് പറഞ്ഞാൽ 6 കിട്ടും. x-ന് 0 കൊടുക്കുമ്പോൾ y 6 ആണെങ്കിൽ ഇത് എവിടെയാണ് പോയിന്റ് എടുക്കുന്നത് അല്ലേ? 0, 6. ഇനി അടുത്ത് y-ക്ക് 0 കൊടുക്കുമ്പോൾ x എന്ത് കിട്ടും? 3 കിട്ടും. y-ക്ക് 0 കൊടുക്കുമ്പോൾ x 3 ആണെങ്കിൽ എവിടെയും വരും. അതായത് ഇതാണ് ഫസ്റ്റ് ലൈൻ. ഇനി അടുത്ത് വേറെ ലൈൻ ഉണ്ട്, 2x - y = -2. x-ന് 0 കൊടുത്ത് നോക്കുക. x-ന് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? y എന്ന് പറഞ്ഞാൽ 2 കിട്ടും. x-ന് 0 കൊടുക്കുമ്പോൾ y 2 ആണെങ്കിൽ ഇവിടെയാണ് പോയിന്റ് 0, 2. ഇനി y-ക്ക് 0 കൊടുക്കുക. y-ക്ക് 0 കൊടുക്കുമ്പോൾ x-ന് എന്ത് കിട്ടും? y-ക്ക് 0 കൊടുക്കുമ്പോൾ x-ന് -1 കിട്ടും. y-ക്ക് 0 കൊടുക്കുമ്പോൾ x-ന് -1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും വരും. അപ്പോൾ ഈ ലൈൻ എന്ത് വരും? ഇതെങ്ങനെ, ഇതാണ് ഒരു ലൈൻ അല്ലേ? അതായത് ഈ ലൈനും ഈ പോയിന്റും ഉണ്ട്. ഇത് മൂന്നും നമ്മൾ ചോദിച്ചിട്ടുള്ള ഏരിയ അല്ലേ? ഓക്കെ, ഏരിയ കാണാനാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഈ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ മതി. ബേസ് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ 3 ആണ്, ഇവിടുന്ന് ഇവിടം വരെ -1 ആണ്. അപ്പോൾ ബേസ് പറഞ്ഞാൽ നമുക്ക് 4 ആണ്. അതായത് ഹാഫ് ഇൻറ്റു
ബേസ് 4 ഇൻറ്റു ഹൈറ്റും കൂടെ കാണണം. ഈ ഹൈറ്റും കൂടെ കണ്ടാൽ നമ്മുടെ ആൻസറായി. ഹൈറ്റ് കാണാൻ എന്ത് ചെയ്താൽ ഞാൻ പറഞ്ഞു ഹൈറ്റ് കാണാൻ എക്സും വൈയും കാണേണ്ട ആവശ്യമില്ല, വൈ കോർഡിനേറ്റ് മാത്രം കണ്ടാൽ മതി. വൈ കോർഡിനേറ്റ് മാത്രം കാണാൻ എന്ത് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഏതൊക്കെയാണ്? 2x + y എന്ന് പറഞ്ഞാൽ 6 ആണ്, 2x - y എന്ന് പറഞ്ഞാൽ -2 ആണ്. ഇവിടെ സുഖമായിട്ട് വൈ കോർഡിനേറ്റ് കണ്ടുകൂടെ, കാരണം എക്സ് രണ്ടും ഈക്വൽ ആണ്. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് എന്ത് കിട്ടും, y - 2y കിട്ടും. 2y എന്ന് പറഞ്ഞാൽ 8 ആണ്, y എന്ന് പറഞ്ഞാൽ 4 ആണ്. y എന്ന് പറഞ്ഞാൽ 4 ആണെങ്കിൽ ഹൈറ്റ് ആണ് 4, 4 × 4 16, 16/2 8. എത്രയാണ്? 8 സ്ക്വയർ യൂണിറ്റ്സ്. സിമ്പിളായിട്ട് കിട്ടും. ഇനി അടുത്ത് ഇതാ ഒരു 3D എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ എവിടെ CHSL എക്സാമിന്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 2Dയിലെ ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണോ അത് തന്നെയാണ് 3Dയിലെ സ്ഫിയറിൻ്റെ ഇക്വേഷനും. 2Dൻ്റെ സർക്കിൾ ഇക്വേഷൻ എന്താ? ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എയും ബിയും റേഡിയസ് 6 ആണെങ്കിൽ x - a² + y - b² = r². സ്ഫിയർ ആകുമ്പോൾ നമുക്കറിയാം സ്ഫിയർ ആകുമ്പോൾ ഒരു 3D ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ 3 കോർഡിനേറ്റിൽ 3 ഡയമെൻഷണൽ ജോമെട്രിയിലാണ് വരിക. അപ്പോൾ ഒരു z ആക്സും കൂടി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തരണം ഇക്വേഷൻ ഇങ്ങനെയായി മാറും, x - a² + y - b² + z മൈനസ് ആണ് z - c² = r². ഇത് ഓർത്ത് വെക്കുക. സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താണോ അത് തന്നെയാണ് 3Dയിൽ വരുമ്പോൾ സ്ഫിയറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ സെൻറ്റർ -1 2 3 തന്നിട്ടുണ്ട്, റേഡിയസ് 3 തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഫോം ചെയ്തൊക്കെ x - -1 എത്ര x + 1 x + 1 ഹോൾ സ്ക്വയർ + y - 2 ഹോൾ സ്ക്വയർ z -3 ആണ്, z + 3 ഹോൾ സ്ക്വയർ = r². r എന്താ? റേഡിയസ് 3 9. സോൾവ് ചെയ്താൽ ആൻസർ ആവും. നോക്കിയേ, എക്സ് ഒന്ന് സ്ക്വയറൊക്കെ ഒരുമിച്ച് ചെയ്ത് x² + y² + z². ഓക്കെ, എല്ലാത്തിലും സെയിം ആണ്. ഇനി അടുത്ത് നോക്കുക, ഇവിടെ എന്താണ്? 2x + 2x ആണ് അല്ലേ? അപ്പോൾ +2x ആകുമ്പോൾ ഇത് പോയി, ഇതും പോയി, ഇതും പോയി. ആൻസർ ഇത് മാത്രമേ ഉള്ളൂ, പിന്നെ കൂടുതൽ ചെയ്യേണ്ട. ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ? +2x അല്ലേ ഇവിടെ വരുന്നത്? ഇത് x + 1 അല്ലേ? അപ്പോൾ +2x ആണ്. +2x വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി ഫുള്ള് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? 2x - 4y ആണ്, ഇവിടെയോ +6z ആണ് അല്ലേ? ഈ ബാക്കിയുള്ള കോൺസ്റ്റൻ്റ് ഏതൊക്കെയാണ്? ഇവിടെ ഒരു 1 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, ഇവിടെയോ ഒരു 4 വരുന്നുണ്ട്, ഇവിടെ ഒരു 9 വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു കോൺസ്റ്റൻ്റ് ഒരു 9 വരുന്നുണ്ട്. അപ്പോൾ ഈ 9 പോയാൽ ലെഫ്റ്റ് സൈഡിൽ 4 എന്തുണ്ട്? ഒരു +5 ആണ് ബാക്കിയുള്ളത്, = 0. ഇതാണ് ആൻസർ കേട്ടോ. അപ്പോൾ സ്ഫിയറിലെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സർക്കിളിൻ്റെ ഇക്വേഷൻ 2Dയിൽ എന്താണോ അതിൻ്റെ കൂടെ ഈ z കോർഡിനേറ്റും കൂടെ ആഡ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം സെയിം ആണ്. ഇനി അടുത്ത് ഇതാ ഗ്രാഫ്സ് ഓഫ് 2 ലീനിയർ ഇക്വേഷൻ x + 2y 4x + 8y = 13 വിൽ ബി. രണ്ട് ഗ്രാഫിൻ്റെ രണ്ട് ലൈനിൻ്റെ ഗ്രാഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് രണ്ടും പാരലൽ ആണോ, കോയിൻസിഡൻ്റ് ആണോ, ഇൻ്റർസെക്റ്റിംഗ് അറ്റ് 1 പോയിൻ്റ് ആണോ, ഇൻ്റർസെക്റ്റിംഗ് അറ്റ് 2 പോയിൻ്റ് ആണോ എന്നുള്ളത് ആണ് ചോദ്യം. ഇതൊരിക്കലും വരില്ല. കാരണം എന്താ? ഒരിക്കലും ഒരു ലൈന് 2 പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. എങ്ങനെ വരച്ചാലും 2 പോയിന്റിൽ ഒരു ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഒന്നെങ്കിൽ 3 കണ്ടീഷനാണുള്ളത്. ഒന്നെങ്കിൽ എന്തായിരിക്കും? ഒരു ലൈനിൽ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിലോ അത് രണ്ടും പാരലൽ ആയിരിക്കും, അല്ലെങ്കിലോ അത് രണ്ടും സെയിം ലൈൻ ആയിരിക്കും. ഇതിനുള്ള കണ്ടീഷനൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് പോയി കണ്ടു നോക്കുക അല്ലേ? അപ്പോൾ പാരലലിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കാം. പാരലലിൻ്റെ കണ്ടീഷൻ എന്തെങ്കിലും 2 ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് a1 ആണെങ്കിൽ a1/a2 = വൈൻ്റെ കോഎഫിഷ്യൻറ്റ് b ആണെങ്കിൽ b1/b2 c1/c2. ഇങ്ങനെ 3 കണ്ടീഷൻ. ഈ കണ്ടീഷൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് രണ്ടും സെയിം ലൈനാണ്. ഇനി a1/a2 b1/b2 ഈക്വൽ ആണ്, നോട്ട് ഈക്വൽ ടു c1/c2 ആണെങ്കിൽ എന്താ? ഇത് പാരലലാണ്. അപ്പോൾ ഇതിൽ ഏത് കണ്ടീഷനാണെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അതല്ല ഇനി ഇതൊന്നും സാറ്റിസ്ഫൈ ആവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ 2 ലൈനും രണ്ട് സൈനും ഒരു സ്ഥലത്ത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ സി ആയിരിക്കും. അപ്പോൾ ഇതിൽ ഏതാ ചെക്ക് ചെയ്ത് നോക്കാം. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താ? 1 ബൈ ഇവിടെ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് അല്ല, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താ? 4. ഇനി രണ്ടാമത്തെ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താ? 2. രണ്ടാമത്തേൽ എന്താ? 8. അപ്പോൾ നോക്കും പറയാം 1/4ഉം 2/8ഉം ഈക്വൽ ആണ്. അപ്പോൾ 2 ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഇതും വരില്ല. ഒന്നെങ്കിൽ പാരലൽ അല്ലെങ്കിൽ കോയിൻസിഡൻറ്റ്. പാരലൽ ആണെങ്കിൽ നോട്ട് ഈക്വൽ ടു c1/c2 വരണം, കോയിൻസിഡൻ്റ് ആണെങ്കിൽ ഈക്വൽ ടു c1/c2 വരണം. നോക്കിയാൽ c1 എന്താ? 15, c2 എന്താ? 13. ഇതിന് ഈക്വൽ ആണോ? ഇത് ഈക്വൽ അല്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഇത് പാരലലാണ് കേട്ടോ. കാരണം ഇതും കൂടെ ഈക്വൽ ആയിരുന്നെങ്കിൽ അത് കോയിൻസിഡൻറ്റ് ലൈൻസ് ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അതിൻ്റെ കണ്ടീഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് ഈ 2 ലൈനും പാരലലാണ്. അങ്ങനെയാണെങ്കിൽ കെൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം അല്ലേ? k > 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പാരലൽ കണ്ടീഷൻ എന്താ? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 5, മറ്റേടത്തോ രണ്ടാമത്തെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് k + 1.
ഇത് ഈക്വൽ ആയിരിക്കണം. രണ്ടാമത്തോ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് കെ, രണ്ടാമത്തേൽ വൈൻ്റെ കോഎഫിഷ്യൻറ്റ് എന്താ 4. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സോൾവ് ചെയ്താൽ കെൻ്റെ വാല്യൂ കിട്ടും. സോൾവ് ചെയ്ത് നോക്കിയേ. 5 × 4 20 = k × 1 k² + k. ഇതാ ഇവിടെ തന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കെൻ്റെ വാല്യൂ ആണ് ചോദ്യം. അപ്പോൾ അതിൽ ഏത് ഓപ്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ സാറ്റിസ്ഫൈ ആവുന്ന നോക്കുക. 4 ഇട്ട് കൊടുത്താലോ 4² + 4 20 കിട്ടുന്നില്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 3 കൊടുത്താലോ 3² + 3 20 കിട്ടുമോ? ഇല്ല. 2² + 2 20 കിട്ടില്ല. 5² + 5 കിട്ടില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ k² + k - 20 = 0 എന്ന് പറഞ്ഞൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കാണാം. പക്ഷേ നമ്മുടെ ഡയറക്റ്റ് നമ്മൾ കെ ആണ് വാല്യൂ ചോദിച്ചതെങ്കിൽ ഓപ്ഷൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കെ സോൾവ് ചെയ്യുമ്പോൾ കെക്ക് 2 വാല്യൂ കിട്ടും. ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നെഗറ്റീവ് നമ്മൾ ഒഴിവാക്കണം. എന്തുകൊണ്ടാണ്? കാരണം അവിടെ k > 0 തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരിക്കലും കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ഉള്ളത് മാത്രമേ അവിടെ വരിക. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഓപ്ഷനിലെല്ലാം പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നേ സാറ്റിസ്ഫൈ ആവുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടീഷൻ മനസ്സിലാക്കുക. പാരലാണെങ്കിൽ എക്സിൻ്റെ രണ്ടിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ത് ചെയ്യും? a1/a2, വൈൻ്റെ കോഎഫിഷ്യൻറ്റ് b1/b2 എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ നോട്ട് ഈക്വൽ ടു c1/c2 ആയിരിക്കും. ഇനി അടുത്ത് ഫോർ വാട്ട് പോസിറ്റീവ് വാല്യൂസ് ഓഫ് കെ ഡു ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? രണ്ട് ലൈനും കോയിൻസൈഡിങ് ലൈനാണ്. അത് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എത്രയാണ്? k/12 = 3/k. രണ്ടെണ്ണം നോക്കിയാൽ മതി. മൂന്നാമത്തെ ചെക്ക് ചെയ്യേണ്ട. കാരണം അത് കോയിൻസൈഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തിന് ഈക്വൽ ആയിരിക്കും? k - 3/k ഈക്വൽ ആയിരിക്കും. പക്ഷേ നമുക്ക് കെൻ്റെ വാല്യൂ വേണം. ഏതെങ്കിലും രണ്ടെണ്ണം എടുത്താൽ മതി അല്ലേ? നമുക്കറിയാം a1/a2 = b1/b2 = c1/c2 ആണ് ഇവിടെ വരിക. കാരണം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ലൈൻ ആണ്. ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ എടുക്കുക, അല്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ എടുക്കുക, അതല്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ എടുക്കുക. ഏതെങ്കിലും കൊടുത്ത് സോൾവ് ചെയ്യുക. നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ മാത്രം മതി. നോക്കിയേ, ഇത് രണ്ട് സോൾവ് ചെയ്യുമ്പോൾ k² = 36 കിട്ടും. k എന്ന് പറഞ്ഞാൽ എന്താ? 6 അല്ലേ? ഏതാ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി രണ്ടാമത്തോ മൂന്നാമത്തൊക്കെ സോൾവ് ചെയ്താൽ നമുക്ക് എന്തേ കിട്ടുള്ളൂ? k എന്ന് പറഞ്ഞാൽ 6 കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ CHCl ഇതിന് മുമ്പുള്ള ഒരുപാട് എല്ലാം കൂടി ഒരുമിച്ചെടുത്താലും CHCl ചോദിച്ചതിൻ്റെ അത്രയാണ് ഏകദേശം ഈക്വൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് CHCl. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നോക്കുക. ഇനി വേറൊരു ഏരിയ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് 1 ലൈൻ, അതൊക്കെ ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നോക്കിയേ, ഇത് നമ്മൾ ഇതുവരെയുള്ള CHCl മുമ്പ് വരെയുള്ള ഒരു ഷിഫ്റ്റിലും TCS ചോദിച്ചിട്ടില്ല. പക്ഷേ CHSL ചോദിച്ചു. അപ്പോൾ ഇതുപോലത്തെ പുതിയ സ്ലോപ്പിൻ്റെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊക്കെ നമ്മുടെ CGL വരാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക വീഡിയോ കേട്ടോ. സിമ്പിളാണ്. നമ്മൾ പലരും 10ാം ക്ലാസ്സിലും +2 പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. കാരണം അധികം സമയമൊന്നും അതിനെടുക്കില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് കോർഡിനേറ്റ് ജോമെട്രി. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ലെങ്ത് ഫ്രം ദ ഒറിജിൻ ടു ദ ലൈൻ, ഡയറക്റ്റ് ഇക്വേഷൻ ചോദ്യമാണ് അല്ലേ? അതായത് ഒരു ലൈൻ തന്നിട്ടുണ്ട് 6x + 8y - 48 = 0. അതായത് ഒറിജിൻ എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദ്യം. ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 കേട്ടോ. ഇതെങ്ങനെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ഇതാ a1x + b1y + c1 = 0. ഇങ്ങനെ ഇക്വേഷനും ഒറിജിൻ എന്നുള്ള ലൈൻ കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരെ ഇക്വേഷൻ എന്താ? a1x1 + a2 അല്ല b2 x2 അത് രണ്ട് ലൈനിൻ്റെ ആണല്ലേ? ഓക്കെ. അപ്പോൾ ഇത് ഒറിജിനിലാകുമ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ എന്താ? c/√of a² + b². ഇങ്ങനെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. ഈ ലൈനിൻ്റെ ഒറിജിനൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ √of a1² + b1². ഇത്ര മാത്രം ചെയ്താൽ മതി. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് ലൈനിൻ്റെ ഇടയിലുള്ള ഇക്വേഷൻ വരുമ്പോൾ കേട്ടോ. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ഒറിജിനൽ ഇക്വേഷനാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഡൗട്ടുള്ളവർ ആ ക്ലാസ് ഒന്ന് കണ്ടുവെക്കുക. അപ്പോൾ ഡയറക്റ്റ് ഇവിടെ c/a² + b². ഇവിടെ c എന്താണ്? c എന്ന് പറഞ്ഞാൽ 48 ആണ് അല്ലേ? ബൈ a² + b². a എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്, b എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ √of 6² + 8² എത്ര? 100. 100ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 10. 48/10 എന്ന് പറഞ്ഞാൽ എത്ര? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 4.8. ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ചോദ്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ലോജിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. ചോദ്യം ഇതാണ്. അതാ ഇങ്ങനൊരു സംഭവമുണ്ട്. ഇങ്ങനൊരു ലൈൻ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം. അത് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡിസ്റ്റൻസ്, കാരണം ഇതൊരു ട്രയാങ്കിളാണ് അല്ലേ? ഈ കാണുന്നൊരു ട്രയാങ്കിളാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഇക്വേഷൻ മറന്നു പോയാൽ ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ടാണ് പറയുന്നത് കേട്ടോ. ഷോർട്ട് കട്ടല്ല, ലോജിക്ക്. ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ നമുക്ക് രണ്ട് രീതിയിലേക്ക് വരാം. ഈ ഡിസ്റ്റൻസ് എയും ഈ ഡിസ്റ്റൻസ് ബിയും ഈ ഡിസ്റ്റൻസ് സിയും ആണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിയും ആണെങ്കിൽ നമുക്കറിയാം ഈ ട്രയാങ്കിൾ രണ്ട് തരത്തിൽ ഏരിയ കാണാൻ പറ്റും. ഒന്ന് ഹാഫ് ഇൻറ്റു AB. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുകൂടെ? അതുപോലെ തന്നെ
ഹാഫ് ഇൻറ്റു സി ഡി ഇങ്ങനെ നമുക്ക് ഏരിയ കാണാം അല്ലേ, കാരണം ബേസ് ഇൻറ്റു ഹൈറ്റ് ഇങ്ങനെയും കണ്ടുകൂടെ. അപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്താൽ എ മെയിൻ പോയാൽ നമുക്ക് എന്ത് ചെയ്യും, ഡി കാണുന്നുണ്ടെങ്കിൽ എ ബി ബൈ സി ചെയ്താലും മതി. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത്, ബി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത്, സി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത്. അപ്പോൾ നമുക്കിതിൽ ഈ കോർഡിനേറ്റ് കിട്ടിയാൽ എൻ്റെ ലെങ്ത്ത് കിട്ടും. എൻ്റെ ലെങ്ത്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, എക്സ് ഇവിടെ 0 കൊടുത്താൽ മതി. എക്സ് 0 കൊടുത്താൽ എന്ത് കിട്ടും, എക്സ് 0 കൊടുത്താൽ 8y = 48, y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 6 കിട്ടും. അതിൻ്റെ അർത്ഥം ഈ ലെങ്ത്ത് എത്രയാണ്, ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ 6 ആണ്. അതുപോലെ തന്നെ ഇവിടെ കിട്ടണമെങ്കിൽ വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുത്താൽ എന്ത് കിട്ടും, 6x = 48, എക്സ് എന്ന് പറഞ്ഞാൽ 8 കിട്ടും. അതായത് ഈ ലെങ്ത്ത് എത്രയാണ്, 8 ആണ്. സ്വാഭാവികമായിട്ടും ഈ ലെങ്ത്ത് 6ഉം ഈ ലെങ്ത്ത് 8ഉം ആണെങ്കിൽ ഈ ലെങ്ത്ത് നമുക്കറിയാം ട്രിപ്ലറ്റ് വെച്ചിട്ട് 10 ആണ് അല്ലേ. അപ്പോൾ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. ഇനി കണ്ടു നോക്കിയേ, എ എന്ന് പറഞ്ഞാൽ 6, ബി എന്ന് പറഞ്ഞാൽ 8, സി എന്ന് പറഞ്ഞാൽ 10. 6 × 8 48/10, ഓപ്ഷൻ 4.8. അപ്പോൾ അത് അറിയാത്ത ആൾക്കാർ ജസ്റ്റ് ഇങ്ങനെ ലോജിക്ക് വെച്ച് ചെയ്യാം. ഈ ഡയറക്റ്റ് ഇക്വേഷൻ അറിയുന്ന ഒറ്റ സ്റ്റെപ്പിൽ നോക്കിയിട്ട് ചെയ്യാനും പറ്റും. ഇനി അടുത്തോ, ഇഫ് എ സർക്കിൾ ഹൂസ് സെൻറ്റർ ടച്ചസ് ദ ലൈൻ ദെൻ ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. കേട്ടോ, ഓക്കെ. അപ്പോൾ ഈ ചോദ്യം നോക്ക്, ഇവിടെ എന്താണ് ചോദ്യം, ഇഫ് എ സർക്കിൾ ഹൂസ് സെൻറ്റർ ഈസ് 2, 3 ടച്ചസ് ദ ലൈൻ. അതായത് ഒരു സർക്കിൾ ഉണ്ട് കേട്ടോ. ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഒരു സർക്കിൾ ഉണ്ട്, ടച്ചസ് ദ ലൈൻ, അതായത് ഒരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്, ആ ലൈനിനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ലൈൻ എന്ന് പറഞ്ഞാൽ ടാൻജൻ്റ് ആണ്, അതല്ല അതിൻ്റെ അർത്ഥം. ജസ്റ്റ് ഒരു പ്രാവശ്യം ടച്ച് ചെയ്യുന്നുള്ളൂ അല്ലേ, ഈ ലൈനിൽ ഈ ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് നമുക്കറിയാം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ, ഒരു പോയിൻ്റ് ഇതാ, അത് ഇതിൻ്റെ സെൻറ്റർ എത്ര, 2, 3. ഒരു പോയിൻറ്റും ഒരു ലൈനും ഇടയിലുള്ള ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട് അല്ലേ. അതായത് ലൈനിൻ്റെ ഇക്വേഷൻ AX + BY + C = 0 എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണെങ്കിൽ, ഡയറക്റ്റ് ഒരു പോയിന്റിൽ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് കാണണമെങ്കിൽ എന്ത് ചെയ്യാം, ഇക്വേഷൻ ഇത്രേ ഉള്ളൂ, AX1 + BY1 + C ഡിവൈഡഡ് ബൈ √(a² + b²). ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ഡയറക്റ്റ് നമുക്ക് കിട്ടും. അതായത് ഒരു പോയിന്റും ഒരു ലൈനും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു പോയിന്റാ, ഒരു ലൈൻ ഇങ്ങനെ ഉണ്ട്, ഈ ലൈനിന് ഈ പോയിന്റിൽ നിന്ന് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ നമുക്കറിയാം ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഇതിൽ നിന്ന് ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെയാണ് ഇതും, ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട്. കാരണം ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും, ഈ ലൈന് റേഡിയസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതൊക്കെ നമ്മൾ ജോമെട്രിയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പോയിന്റും ഈ ലൈൻ എന്ന് പറഞ്ഞാൽ 4x + 3y - 7, ഈ ലൈനും ഈ പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് ആക്കാണ്ട്. അപ്പോൾ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും, ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മുകളിൽ എന്ത് കിട്ടും, എക്സിൻ്റെ അവിടെ 2ഉം കൊടുക്കണം, വൈൻ്റെ അവിടെ 3ഉം കൊടുക്കണം. എത്ര കിട്ടും, എക്സിൻ്റെ അവിടെ 2 കൊടുത്താൽ 4 × 2 + 3 × വൈൻ്റെ അവിടെ 3 കൊടുക്കുക, 3 × 3 - 7 ഡിവൈഡഡ് ബൈ √(4² + 3² അല്ലേ. ട്രിപ്ലറ്റ് ആയതുകൊണ്ട് കാണുമ്പോൾ തന്നെ √(4² + 3² എന്ന് പറഞ്ഞാൽ √25 5 ആണ്. ഇത് സോൾവ് ചെയ്ത ആൻസർ ആയി നോക്കിയേ, 8 + 9 17, 17 7 കുറച്ചാൽ 10, 10/5 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി 2 യൂണിറ്റ് കിട്ടും. അപ്പോൾ ഇതുവരെ ചോദിച്ച് കാണാത്തൊരു ചോദ്യമാണ് ഈ പരീക്ഷ CHL ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു പോയിന്റും ഒരു ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണാം. തൊട്ട് മുമ്പത്തെ ചോദ്യം ഒറിജിനും ഒരു ലൈനിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണാം. രണ്ടിനും സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ജസ്റ്റ് 2 ഇക്വേഷൻ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ലെങ്ത് ഓഫ് ദ പോർഷൻ ഓഫ് ദ സ്ട്രൈറ്റ് ലൈൻ ഇന്റർസെപ്റ്റഡ് ബിറ്റ്വീൻ ദ ആക്സിസ്. സംഭവം സിമ്പിൾ, വേറെ ചോദ്യമാണ്. ഒരു ലൈൻ ഉണ്ട്, 5x + 12y = 60. അത് ആക്സിസ്, 2 ആക്സിസ് ഉണ്ട് അല്ലേ. സംഭവം ഇത്രേ ഉള്ളൂ, ഇങ്ങനെ 2 ആക്സിസ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ലൈന് ഇവിടെ y ആക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെയോ z ആക്സിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ലെങ്ത്താണ് കാണേണ്ടത്. ഈ ലെങ്ത്ത് കാണാൻ നമുക്ക് സുഖമല്ലേ. ഈ ലെങ്ത്ത് കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ ലെങ്ത്ത് കണ്ടാൽ ഈ ലെങ്ത്തും കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി, കാരണം ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമുക്ക് അതിനാദ്യം ഈ ലെങ്ത്തും എത്രയാണെന്ന് കിട്ടണം. ഈ ലെങ്ത്ത് എത്രയാണെന്ന് കിട്ടാൻ സിമ്പിളാണ്. ഈ ലെങ്ത്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം ഇതിൻ്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും, ഇതിൻ്റെ x കോർഡിനേറ്റ് ആണത് ഈ ലെങ്ത്ത്. അതുപോലെ തന്നെ ഈ ലെങ്ത്ത് കിട്ടാൻ നമുക്കറിയാം, ഈ പോയിന്റ് x കോർഡിനേറ്റ് 0 ആയിരിക്കും, y കോർഡിനേറ്റ് കിട്ടും. അതിന് ജസ്റ്റ് ചെയ്താൽ മതി, ഇവിടെ x-ന് 0 കൊടുക്കുക, x-ന് 0 കൊടുത്താൽ y കിട്ടും. x-ന് 0 കൊടുത്താൽ എന്ത് കിട്ടും, x-ന് 0 കൊടുത്താൽ x-ന് 0 ആണെങ്കിൽ y എന്ത് കിട്ടും, നോക്കിയത് 0 ആയി പോകും. 12y = 60 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 5 കിട്ടും. അതായത് 0,5 ഏതാണ്, x-ന് 0 കൊടുക്കുമ്പോൾ 0,5, ഈ പോയിന്റ് 0,5 ആണ്. അതിൻ്റെ അർത്ഥം ഈ y എന്ന് പറഞ്ഞ ലെങ്ത്ത് 5 ആണ്. ഇനി y-ക്ക് 0 കൊടുക്കുമ്പോൾ 5x = 60, x എന്ത് കിട്ടും, 12 കിട്ടും. അപ്പോൾ ഈ പോയിന്റ് 12 0 ആണ്. ഈ പോയിന്റ് 12 0 ആണെങ്കിൽ ഈ ലെങ്ത്ത് എന്താ, 12 ആണ് അല്ലേ. അപ്പോൾ ഈ ലെങ്ത്ത് 5, ഈ ലെങ്ത്ത് 12 ആണെങ്കിൽ ട്രിപ്ലറ്റ് പറയാൻ നമുക്കറിയാം 5, 12, ഈ കാണുന്ന ലെങ്ത്ത് എന്താ
13 ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻ്റർസെപ്റ്റ് ഫോർമുല സ്ലോപ്പിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞു എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഫോർമുല എഴുതാൻ പറ്റിയാൽ എക്സിൻ്റെ താഴെ കാണുന്നതാണ് എക്സ് ഇൻ്റർസെപ്റ്റ്, വൈൻ്റെ താഴെ കാണുന്നതാണ് വൈ ഇൻ്റർസെപ്റ്റ്. നോക്കി ഇവിടെ 1 എന്ന് വരണമെങ്കിൽ ജസ്റ്റ് ഒരു 60 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്താൽ പോരെ, അപ്പോൾ ഇവിടെയും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയായി മാറും നോക്കിയേ, എക്സ് ബൈ 12 പ്ലസ് വൈ ബൈ 5 ഈസ് ഈക്വൽ ടു 1. ഇതാണ് എക്സ് ഇൻ്റർസെപ്റ്റ്, ഇതാണ് വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് വൈ കിട്ടിയാൽ വൈ ഇൻ്റർസെപ്റ്റ് 5 കിട്ടിയാൽ 12² പ്ലസ് 5² ആണെന്ത് ഈ ലെങ്ത്. സിമ്പിൾ അല്ലേ. എന്നാൽ ഇനി അടുത്ത് ഇതാ, ഇതും സെയിം ചോദ്യമാണ്. നേരത്തെ ഇക്വേഷന് പകരം ഇവിടെ വേറൊരു ഇക്വേഷൻ 20x പ്ലസ് 21y. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഇൻ്റർസെപ്റ്റ് ഫോർമുല വെച്ച് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും നോക്കാം. രണ്ട് സൈഡിൽ ഒരു 420 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്വസ്റ്റൻ നിങ്ങൾ വായിച്ച് നോക്കാം, നേരത്തെ സെയിം ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ 420 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20x ബൈ 420 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് ബൈ 21 ആണ്. പ്ലസ് 21y ബൈ 420 എന്ന് പറഞ്ഞാൽ എക്സ് ബൈ വൈ ബൈ 20 ആണ്. ഈസ് ഈക്വൽ ടു 1 ആണ്. ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ രണ്ട് സൈഡിൽ 420 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് മറ്റേ ഫോം കിട്ടിയത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1 കിട്ടി. ഈ താഴെ കാണുന്നതാണ് എക്സ് ഇൻ്റർസെപ്റ്റ്, മുകളിൽ കാണുന്നതാണ് വൈ ഇൻ്റർസെപ്റ്റ്. അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഇതാ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ഇതാ, അതായത് ഇങ്ങനെ ഒരു ലൈൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു, ആ ലൈൻ്റെ ലെങ്ത്താണ് കണ്ടത്. അപ്പോൾ ഇവിടെ മുട്ടുന്ന പോയിന്റ് എക്സ് ഇൻ്റർസെപ്റ്റ് എന്താണ് 21 ആണ്. അപ്പോൾ ഈ ലെങ്ത് 21 ആണ്. ഇവിടെ മുട്ടുന്ന വൈ ഇൻ്റർസെപ്റ്റ് എന്താണ് 20 ആണ്. അപ്പോൾ ഈ ലെങ്ത് 20 ആണ്. അപ്പോൾ 21ഉം 20ൻ്റെയും ട്രിപ്ലറ്റ് നമുക്കറിയാം എത്രയാണ് 29 ആണ്. അപ്പോൾ ആൻസർ ഏതാ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ചോദ്യം കൂടി ഉണ്ട്, അതും കൂടി ചെയ്ത് നോക്കാം. ചെയ്യല്ലേ. If the point intersect x plus y equal to 2, 2x minus y is equal to 1 lies on y equal to what is the value of k? ഓക്കെ, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഈ ലൈനിലും കൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ അല്ല ഈ അല്ലേ നമ്മൾ നേരത്തെ അതേ ക്വസ്റ്റ്യൻ, രണ്ട് പോയില്ല എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ ലൈനുണ്ട്, 2x മൈനസ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈനുണ്ട്. ഇത് രണ്ടിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് വേറൊരു ലൈനിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് y ഈക്വൽ ടു kx പ്ലസ് 5 എന്ന് പറഞ്ഞ ലൈനിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കെൻ്റെ വാല്യൂ എന്താ, സിമ്പിൾ അല്ലേ. ഇത് രണ്ട് സോൾവ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും അതായത് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടും. ഇത് രണ്ട് സോൾവ് ചെയ്തേ സംഭവത്രേ ഉള്ളൂ. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2 ആണ്, 2x മൈനസ് വൈ ഈക്വൽ ടു 1 ആണ്. ഇത് രണ്ട് സോൾവ് ചെയ്താൽ കിട്ടും. ഇത് രണ്ടിലും y സെയിം ആയതുകൊണ്ട് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ കിട്ടും 3x എന്ന് പറഞ്ഞാൽ 3 കിട്ടും, x എന്ന് പറഞ്ഞാൽ 1 ആണ്. x 1 ആണെങ്കിലോ, x എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ നമുക്കറിയാം y എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ x 1ഉം y 2ഉം കിട്ടി അല്ലേ. അപ്പോൾ ഇതാണ് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് x1 y2. ഈ പോയിന്റിലൂടെ വേറൊരു ഗ്രാഫ് കൂടെ കടന്നുകൊണ്ട് y ഈക്വൽ ടു kx പ്ലസ് 5. അപ്പോൾ ഈ വാല്യൂ അവിടെയും സാറ്റിസ്ഫൈ ആവും അല്ലേ. y ഈക്വൽ ടു kx പ്ലസ് 5, y എത്രയാണ് ഇവിടെ 2 ആണ്. 2 ഈക്വൽ ടു kx, x എത്രയാണ് 1 ആണ് പ്ലസ് 5. അപ്പോൾ kൻ്റെ വാല്യൂ എത്ര നോക്കിയേ, kൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 മൈനസ് 5 എത്രയാണ്, 2 മൈനസ് 5 പറഞ്ഞാൽ -3. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു ചോദ്യം കൂടിയുണ്ട്. ആ ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിർത്താമെന്നല്ല, അത് TCS ചോദിച്ച ഏകദേശം എല്ലാ കോർഡിനേറ്റ് ജോമെട്രി ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒറ്റ ചോദ്യം കൂടെ. ഓക്കെ നോ ഓക്കെ ചെയ്യും. The lines x plus y equal to 10 and minus 3x plus y is equal to 2 have unique solution. What is the distance between the unique solution and the point of intersection of the line x plus y equal to 10? സിമ്പിൾ ചോദ്യമല്ലേ. അതായത് ഈ രണ്ട് ലൈൻ ചോദ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി എല്ലാവരും വായിച്ചു നോക്കുക. എക്സ് പ്ലസ് വൈ ഈക്വൽ 10 എന്ന് പറഞ്ഞ ലൈനുണ്ട്, -3x പ്ലസ് വൈ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞൊരു ലൈനുണ്ട്. അത് രണ്ടും കൂടെ അതിന് രണ്ടൊരു യുണീക്ക് സൊല്യൂഷൻ ഉള്ളതെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് രണ്ടും ഒരു പോയിന്റിലാണ് ഇൻ്റർസെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടും. ചോദ്യം എന്താ വെച്ചാൽ ആ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റും പിന്നെ ഇതാ ഈ ലൈൻ ഈ കാണുന്ന എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ ലൈന്, എക്സ് പ്ലസ് വൈ ഈക്വൽ 10 എന്ന് പറഞ്ഞ ലൈന് എക്സ് ആക്സിസിൽ ഒരു പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ രണ്ട് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദ്യം. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഇതുവരെ നമ്മളൊരു ചോദ്യം കണ്ടിട്ടില്ല, ഇപ്പോൾ ഒരു ചോദ്യം വന്നില്ല. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല നമുക്കറിയാം y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ അതിൻ്റെ റൂട്ട് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ടും ചോദ്യം കണ്ടു. അപ്പോൾ എനിക്ക് അതും പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ചിലപ്പോൾ സ്ലോപ്പും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ നോക്കി ആദ്യം നമുക്ക് ഇത് രണ്ടും ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടണം. സിമ്പിളായിട്ട് കണ്ടൂടെ, ഇതാ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 10 ആണ്, -3x പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 2 ആണ്. ഇത് രണ്ടൊന്ന് സോൾവ് ചെയ്ത് കിട്ടും, രണ്ടൊന്ന് ഡിഫറൻസ് എടുത്താൽ എന്ത് കിട്ടും,
എക്സ് മൈനസ് 3x പറഞ്ഞാൽ 4x കിട്ടും. 4x എന്ന് പറഞ്ഞാൽ 8 ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ 2 ആണ്. എക്സ് 2 ആണെങ്കിൽ y എന്താ 8 ആണ്. എക്സ് 2 ആണെങ്കിൽ y 8 ആണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ഇനി വേറൊരു പോയിന്റ് എന്താണ്? ഈ കാണുന്ന ഇക്വേഷൻ എക്സ് ആക്സിസിൽ മുട്ടുന്ന പോയിന്റാണ് അടുത്ത പോയിന്റ്. അപ്പോൾ നമുക്കറിയാം എക്സ് ആക്സിസിൽ മുട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇതിന് yക്ക് 0 കൊടുത്ത് എന്ത് കിട്ടും? yക്ക് 0 കൊടുത്താൽ x എന്ത് കിട്ടും? 10 കിട്ടും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 10 0 ആണ്. ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദ്യം. അപ്പോൾ രണ്ട് പോയിന്റ് x1 y1 അതുപോലെ തന്നെ x2 y2 ഇങ്ങനെ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ ഈ രണ്ട് പോയിന്റ് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ എന്താണ്? y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ ഇതിൻ്റെ റൂട്ട് ഓഫ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1. ഇവിടെ നമുക്കറിയാം x2 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 മൈനസ് y2 എന്ന് പറഞ്ഞാൽ 0 ആണ്, y1 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 0 മൈനസ് 8ൻ്റെ സ്ക്വയർ പ്ലസ് 10 മൈനസ് 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 8ൻ്റെ സ്ക്വയർ. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 8 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എത്രയാണ്? 64 ഇൻറ്റു 2 അല്ലേ? 64ൻ്റെ റൂട്ട് നമുക്കറിയാം 8 ആണ്. അപ്പോൾ 8 റൂട്ട് 2. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ TCS കഴിഞ്ഞ 2018 വന്നതിന് ശേഷം ചോദിച്ച ഏകദേശം എല്ലാ ചോദ്യങ്ങളും കോർഡിനേറ്റ് ജോമെട്രീൻ്റെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 18 പിന്നെ 13 ടോട്ടൽ 31 ചോദ്യം. 31 നല്ല ഒരു ചോദ്യം കൂടി ഉണ്ട്. അത് പിന്നെ ഇതിലൊരു സെയിം ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ട് വീണ്ടും വേറെ പരീക്ഷയ്ക്ക് വന്നതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ്. ടോട്ടൽ 32 33 ചോദ്യം കോർഡിനേറ്റ് ജോമെട്രി ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ CHL പരീക്ഷയ്ക്കാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള CGL പരീക്ഷയ്ക്ക് നമുക്കത് കൂടുതൽ പ്രതീക്ഷിക്കാം. എന്തായാലും ജസ്റ്റ് ആ കഴിഞ്ഞ 2 മണിക്കൂറിൻ്റെ തിയറി ക്ലാസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണുന്നതും ഇക്വേഷൻസ് ഒക്കെ എഴുതി വെക്കുന്നതും നന്നായിരിക്കും. ജസ്റ്റ് ഡയറക്റ്റ് ഇക്വേഷൻ കൊടുത്ത് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് ഏകദേശം എല്ലാം. ഒന്നും നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകൾ പോലെ തന്നെ കൂടുതൽ ആലോചിച്ചിരിക്കാനുള്ള സംഭവമൊന്നുമില്ല. അതിൽ തന്നെ പല ക്വസ്റ്റ്യനും വീണ്ടും റിപ്പീറ്റ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ചോദ്യമാണ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ അവിടെ നമുക്ക് ഒരു ലൈനും ഒരു പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് ചോദിച്ചു അല്ലേ? ഒരു ഒറിജിനും ഒരു ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചു. 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ചോദിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എല്ലാ കൺസെപ്റ്റും കൂടെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിന് ചോദിക്കാൻ സാധ്യത, പിന്നെ സർക്കിളിൻ്റെ ഇക്വേഷൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഇതുവരെ ചോദിക്കാത്തത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സ്ലോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് കാണുക, അല്ലെങ്കിൽ ഇക്വേഷൻ കാണുക, കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കണ്ടിട്ടൊന്ന് നോക്കി വെക്കുക. പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാൻ പറയുക. കൂടുതലൊന്നും ഇതിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാനില്ല. അത്ര സിമ്പിളായിട്ടൊരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.